ഇതെന്താണ് സംഭവം? 3 പിള്ളേരല്ലേ ഇത്? ടാറ്റാ. മൈൻഡ് പോലും ചെയ്തില്ല. ബേസിൽ ജോസഫ് ആയി പോയല്ലോ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ രാവിലെ നല്ലൊരു മഴയായിരുന്നു, അത് കഴിഞ്ഞു. പിന്നെ ഒരു വെയിൽ വന്നു. ഈ മഴ കഴിഞ്ഞു വരുന്ന ആ ഒരു വെയിലിന് പ്രത്യേക ഭംഗിയാണ്. കാരണം ഈ ഇലകളിലൊക്കെ ഇങ്ങനെ തട്ടിത്തഴുകി ഇങ്ങനെ ഗോൾഡൻ ലൈറ്റ് എന്നൊക്കെ പറയല്ലേ, ഭയങ്കര രസമാണ്. ഇപ്പോൾ കണ്ടോ, ഭയങ്കര ബ്യൂട്ടിയാണ്. പിന്നെ അവിടെ മഴക്കാർ ഇങ്ങനെ കയറി വരുന്നുണ്ട്. ഇടയ്ക്ക് ബാക്കിൽ നിന്ന് ഇങ്ങനെ ലൈറ്റ് അടിക്കും, അപ്പോൾ ഈ വണ്ടി ഇച്ചിരി തിളങ്ങി വരും. ഇപ്പോൾ കുറച്ച് മഴ മൂടലായതുകൊണ്ടാണ് കുറച്ച് ഡൗൺ ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ വെട്ടം വന്നും പോയൊക്കെ നിൽക്കും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നിങ്ങളോട് പറയാൻ വെച്ചിരുന്ന സർപ്രൈസാണ്. ഇതാണ് എൻ്റെ പുതിയ വണ്ടി. അപ്പോൾ നമ്മുടെ പ്ലാറ്റിനയോട് നമ്മൾ ടാറ്റ ബൈ ബൈ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പുതിയ സ്വന്തം വണ്ടിയാണിത്. അപ്പോൾ ഇതിൻ്റെ വിശേഷമാണ് ഇന്ന് ഞാൻ നിങ്ങളെടുത്ത് പറയാൻ പോകുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഓട്ടോമോട്ടീവ് വ്ളോഗറായ ഞാനിങ്ങനെ വലിയ വ്ളോഗറൊന്നുമല്ല, പക്ഷേ ഞാനിങ്ങനെ പല വണ്ടികളൊക്കെ റിവ്യൂ ചെയ്യുന്ന, നിങ്ങൾക്ക് പല വണ്ടികളൊക്കെ സജസ്റ്റ് ചെയ്യുന്ന എന്തുകൊണ്ടാണ് ഈ ഒരു വണ്ടി എടുത്തത്? സ്വാഭാവികമായിട്ടും എന്നോട് നിങ്ങൾക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണത്. ഓൾറെഡി ഞാനിത് റിവ്യൂ ചെയ്ത ഒരു വണ്ടിയാണ്, പക്ഷേ ഞാൻ ഒരുപാട് ഓടിച്ചിട്ടൊന്നുമില്ലായിരുന്നു. വോക്ക് അറൗണ്ട് പോലെയായിരുന്നു ഇതിൻ്റെ റിവ്യൂ ചെയ്തത്. ബട്ട് ഞാൻ അധികം എക്സ്പീരിയൻസ് ഒന്നും ചെയ്യാണ്ട് കേൾവിയും ഞാൻ നിങ്ങളോട് പറഞ്ഞ കഥകളൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു വണ്ടി വാങ്ങിച്ചത്. അല്ലാണ്ട് എനിക്കിത് ഓടിച്ചൊരു എക്സ്പീരിയൻസ് ഒന്നും അങ്ങനെ ഇല്ല. ജസ്റ്റ് ഒന്ന് ഉരുട്ടി ടെസ്റ്റ് ഡ്രൈവ് വണ്ടി ഉണ്ടല്ലോ, അത് ഉരുട്ടി നോക്കിയിട്ടുള്ള ഒരു അനുഭവത്തിലൊക്കെയാണ് ഇത് വാങ്ങിച്ചത്. അപ്പോൾ മറ്റു സ്കൂട്ടറുകൾക്ക് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഇപ്പം വിപണിയിലൊരു ഒരുപാട് ഒരു 8-10 സ്കൂട്ടേഴ്സ് ഉണ്ടെന്ന് വെച്ചു. അപ്പോൾ അവിടെ ലോകത്തില്ലാത്ത ഫീച്ചേഴ്സൊക്കെ ഉള്ള സ്കൂട്ടറുകളുണ്ട്. പക്ഷേ ഇതിന് അതൊന്നുമില്ല. ആ സ്കൂട്ടറുകൾക്കൊക്കെ ഒരു 100 കാര്യങ്ങളുണ്ടെങ്കിൽ അതിലെ ഒരു വെറും 2 കാര്യങ്ങൾ മാത്രമാണ് എന്നെ ഈ ഒരു സ്കൂട്ടർ എടുക്കാൻ പ്രേരിപ്പിച്ചത്. ബാക്കി 98 ഫീച്ചേഴ്സും ഇതിലില്ല. പോരായ്മകൾ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ആ ഒരു 2 കാര്യം നമ്മളെപ്പോലെ ഉള്ളവർ ആഗ്രഹിക്കുന്ന കാര്യമാണ്. കണ്ടോ, ലൈറ്റ് തെളിഞ്ഞു വന്നു. ബാക്കിൽ നിന്നാണ് കേട്ടോ സൂര്യൻ. കണ്ടോ വെട്ടം. ഞാനിപ്പോൾ നിൽക്കുന്ന എവിടെയാണെന്നോ, വാഗമണ്ണിൽ മൊട്ടക്കുന്നിലാണ്. അപ്പോൾ അധികം ആൾക്കാരൊന്നും ഇല്ലാത്ത രഹസ്യമായ ഒരു സ്ഥലത്ത് ഞാനിങ്ങനെ വണ്ടിയൊക്കെ കയറ്റി പൊക്കത്ത് വെച്ച്, അപ്പോൾ ഈ ഒരു നമ്മുടെ ബ്യൂട്ടിയുടെ റിവ്യൂ ചെയ്യാമെന്ന് ഓർത്തുകൊണ്ടാണ് ഞാനിവിടെ വന്നത്. അപ്പോൾ ഈ വെട്ടം വരുമ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി കാത്തിരുന്നു. അപ്പോൾ ഈ വെട്ടം ഇങ്ങനെ വരും, ഇടയ്ക്ക് പോവും. അപ്പോൾ ഇപ്പോൾ നല്ല വെട്ടമുണ്ട്. ഇനിയിപ്പോൾ അവിടെ മേഘം വരുമ്പോഴത്തേക്കും ആ വെട്ടം അങ്ങ് പോവും. കണ്ടോ, നല്ല ലൈറ്റാണ്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ റിവ്യൂ ചെയ്യാൻ വേണ്ടി ഞാൻ കുറേ ദിവസമായിട്ട് ഇപ്പോൾ എവിടെയെങ്കിലും ഒരു സമാധാനവും ഒരു കുറച്ച് തണുപ്പും നല്ല ഒരു ഇളം കാറ്റൊക്കെ അടിക്കുന്നിടത്ത് പോയി റിവ്യൂ ചെയ്യണമെന്ന് ഓർത്തായിരുന്നു ഞാനിരുന്നത്. അപ്പോൾ അങ്ങനെ ഇരുന്നിരുന്ന് വണ്ടിയുടെ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞു. ഇപ്പോൾ 2000 കിലോമീറ്ററോളം വണ്ടി ഓടി. അപ്പോൾ ഞാൻ നോക്കിയപ്പം ഇത്ര ഓടിച്ചൊരു എക്സ്പീരിയൻസും കൂടെ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് ഓർത്തു. അപ്പോൾ കുറേ കാര്യങ്ങൾ എനിക്ക് ഈ വണ്ടിയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റി. ഞാൻ ഈ വണ്ടിയായിട്ട് കുറേ സ്ഥലങ്ങളിലൊക്കെ പോയി. നമ്മുടെ ഇടുക്കി, കട്ടപ്പന, അങ്ങനെയുള്ള എൻ്റെ അമ്മയുടെ അവിടെയാണ്. അപ്പോൾ ആ സ്ഥലങ്ങളിലൂടെയൊക്കെ ഞങ്ങൾ കുറച്ച് റൈഡൊക്കെ നടത്തി. കുന്ന്, വലിയ കയറ്റങ്ങൾ, ഓഫ് റോഡുകൾ, ഈ വണ്ടി കയറുന്ന ഓഫ് റോഡുകൾ, പിന്നെ കുറച്ച് വെള്ളത്തിൽ കൂടെ ഓടിച്ചു. അങ്ങനെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലൂടെയും പോയി ഒരു അനുഭവം കൂടെ എനിക്ക് കിട്ടി. അപ്പോൾ അതും കൂടെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്കും ഈ ഒരു വണ്ടി വാങ്ങാതിരിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ കുറച്ച് ഉപകാരപ്പെടുമെന്ന് തോന്നി. പിന്നെ ഇതിൻ്റെ ഇറങ്ങിയിരിക്കുന്ന കളറുകളിൽ വെച്ചിട്ട് കൊള്ളാവുന്ന ഒരു കളർ ഈ റെഡാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടത് റെഡാണ്. അതുകൊണ്ടാണ് ഞാനിത് വാങ്ങിയത്. ഇത് പോകുമ്പോൾ എല്ലാവരും നോക്കുന്നുണ്ട്, പ്രത്യേകിച്ച് പെൺപിള്ളേർ. എവിടെയെങ്കിലൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാവരും നോക്കും. ഞാനിത് 1-2 തവണ നമ്മുടെ സൊമാറ്റോ ഡെലിവറി ഓടാനൊക്കെ പോയി. അപ്പോൾ റെഡ് കളർ ബാഗ്, റെഡ് കളർ യൂണിഫോം, റെഡ് വണ്ടി. ലേഡീസ് ഹോസ്റ്റലിലൊക്കെ ചെല്ലുമ്പോൾ ഏതാടി ആ വണ്ടി, ഇത് ഫാസിനോ ആടി, നോക്കടി. അപ്പോൾ ഞാൻ ഓർത്തിന് ഈ വണ്ടി കാരണമാണോ എനിക്കിനി പെണ്ണ് സെറ്റാകുന്നത് എന്നും ഞാൻ കരുതിയിരിക്കുകയാണ്. ചിലപ്പോൾ അങ്ങനെ ആവും. പെൺപിള്ളേരൊക്കെ നന്നായിട്ട് നല്ല രീതിയിൽ നോക്കുന്നുണ്ട്. ഇനി എന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഈ വണ്ടീനെ ഇഷ്ടപ്പെട്ടെങ്കിലും ഒരുത്തി വരും എന്ന പ്രതീക്ഷയിലാണ് ഞാനിരിക്കുന്നത്. അപ്പോൾ അധികം ഞാനിങ്ങനെ പറയുന്നില്ല. അപ്പോൾ കാര്യത്തിലോട്ട് കിടക്കാം, നമ്മുടെ കാര്യത്തിലോട്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ഈ വണ്ടി എടുത്തതെന്ന് ചോദിച്ചാൽ, നമ്മുടെ വേടം പറയുന്ന പോലെ ഞാൻ പാണനല്ല, പറയനല്ല, പൊലയനല്ല, നീ തമ്പുരാനുമല്ല. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഞാൻ പണക്കാരനുമല്ല, ഞാൻ പിച്ചക്കാരനുമല്ല, പിന്നെ ഞാൻ ആര്? ഞാൻ മിഡിൽ ക്ലാസ്. അപ്പോൾ നമ്മളെപ്പോലുള്ള മിഡിൽ ക്ലാസ് ആൾക്കാർ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ അനുഭവിക്കുന്ന ഒരു കാര്യമാണ് സിബിൽ സ്കോർ ഇല്ലായ്മ, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ഏറ്റവും കുറഞ്ഞ അടവിൽ വണ്ടി തരിക, ഏറ്റവും കുറഞ്ഞ മാസ അടവിൽ ലോൺ സെറ്റാക്കി തരിക, അങ്ങനെയൊക്കെ തരുന്ന ഏത് ബ്രാൻഡാണോ ഉള്ളത് അവരുടെ അടുത്ത് പോയി വണ്ടി വാങ്ങുക. മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആൾക്കാരും അധികം അങ്ങനെ വണ്ടി വാങ്ങുമ്പോൾ ഇതിൻ്റെ അളവ്, തൂക്കം, കിലോ ഒന്നും നോക്കാറില്ല. ഞാൻ പഴയ ഒരു റിവ്യൂവിൽ, എനിക്ക് ചേതക്കിൻ്റെ റിവ്യൂലാന്ന് തോന്നുന്നു, ഇതിൻ്റെ ആ സ്കൂട്ടറിൻ്റെ നീട്ടം പറഞ്ഞതിൽ എന്തോ എനിക്ക് അറിയാൻ പാടില്ലെന്നോ അല്ലെങ്കിൽ ഞാൻ നോക്കിയില്ലെന്നെന്തോ പറഞ്ഞു. അതിന് എനിക്ക് കുറേ തെറി കിട്ടി. നീ ഇതൊന്നും അറിയാൻ പാടില്ലാണ്ടാണോടാ നീ റിവ്യൂവിന് വന്നേക്കുന്നതെന്നും. ആക്ച്വലി ഞാനൊരു കാര്യം പറയട്ടെ, ഒരു മിഡിൽ ക്ലാസ് ആൾക്കാരാണ് നമ്മുടെ ചാനൽ കൂടുതലും കാണുന്നത്. അപ്പോൾ സാധാരണക്കാരായിട്ടുള്ള അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് എനിക്ക് വലിയ ഈ വണ്ടിപരമായിട്ടുള്ള സ്പെക്കോ വലിയ ടേംസ് ഒന്നും എനിക്ക് അറിയാൻ പാടില്ല. സത്യസന്ധമായിട്ട് ഞാൻ പറയാം, പല വാക്കുകളും എനിക്കിപ്പോഴും അറിയാത്തതുണ്ട്. അപ്പോൾ നമ്മൾ വലിയ അങ്ങനത്തെ ആധികാരികമായ രീതിയിലൊക്കെ പറഞ്ഞാൽ ഇത് മനസ്സിലാകും
മനസ്സിലാകുന്നവർക്ക് മനസ്സിലാവും. പക്ഷേ കുറച്ചുകൂടെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്കും കൂടെ കണക്റ്റ് ആകണം എന്നുള്ള രീതിയിലാണ് ഞാൻ റിവ്യൂ ചെയ്യുന്നത്. അപ്പം നമ്മളെപ്പോലുള്ളവർ എന്താ ചെയ്യുന്നത്, ഒരു വണ്ടി വാങ്ങാൻ ചെല്ലുമ്പോൾ നമ്മൾ എന്താ ചോദിക്കുന്നത്, ഇതിൻ്റെ കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റ് എത്രയാണ്, ഇതിൻ്റെ മാസടവ് എത്രയാണ് ഏറ്റവും കുറഞ്ഞത്, ഇതിന് പലിശ എത്രയാണ്, അങ്ങനെയൊന്നും നമ്മൾ കൂട്ടിയും കഴിച്ചും നോക്കാറില്ല. ഏറ്റവും കുറഞ്ഞ അടവ്, ഏറ്റവും കുറഞ്ഞ മാസടവ്, പിന്നെ ഇതിന് എത്ര കിട്ടും, ഇത് ഓടിക്കാൻ സുഖമാണോ, ഇത് ഓടിച്ചാൽ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുമോ, സിറ്റി കൂടെയൊക്കെ പറ്റുമോ, ഡെയിലി യൂസിന് പറ്റുമോ, മൈലേജ് ഉണ്ടോ, ഇതൊക്കെയാണ് നമ്മൾ കോമൺ ആയിട്ട് ചോദിക്കുന്നത്. അല്ലാണ്ട് ഈ വണ്ടിക്ക് എന്തേരം നീളമുണ്ട്, ഈ വണ്ടി എത്ര കിലോ ഉണ്ട് എന്നൊന്നും പറഞ്ഞ് ആരും ടേപ്പോ ആയിട്ടോ അല്ലെങ്കിൽ ത്രാസുമായിട്ടൊന്നും ഷോറൂമിൽ പോയി ഒന്നും തൂക്കിയൊന്നും എടുക്കാറൊന്നുമില്ല. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മളെ കൊല്ലാൻ വരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ സ്പെക് ഷീറ്റിലുള്ള കാര്യങ്ങൾ, ഈ വണ്ടി ഇത്ര നീളം, ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് ഇത്ര, അല്ലെങ്കിൽ ഇതിൻ്റെ വെയിറ്റ് ഇത്ര, അതാ ഒരു എന്താ പറയുക, ഒരു ആചാരം പോലെ അങ്ങ് പറയുന്നു എന്നുള്ളൂ. അപ്പോൾ അതിൽ പോലും ഒരു മിസ്റ്റേക്ക് ചെറുത് വന്നാൽ അപ്പോൾ തെറി കിട്ടും. അപ്പോൾ ഞാൻ ഈ വണ്ടി എടുത്ത് അങ്ങനെയാണ്, ഏറ്റവും കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റ്, ഏറ്റവും കുറഞ്ഞ മാസടവ്, നല്ല മൈലേജ് ഉണ്ടോ, ഓടിക്കാൻ സുഖമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ മറ്റു വണ്ടികൾക്കുള്ള ഒരു 100 ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിലൊരു 2 ഫീച്ചർ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഇത് നല്ല മൈലേജ് ഉണ്ട്, ഓടിക്കാൻ നല്ല സുഖമുണ്ട്. അല്ലാണ്ട് വേറെ ഒരു സംഭവം ഈ വണ്ടിയിലില്ല. ഒരു മൊബൈൽ ചാർജർ പോലും ഇല്ല. അതുവരെ ഞാൻ എക്സ്ട്രാ പിടിപ്പിക്കായിരുന്നു. അപ്പോൾ ഈ 2 കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ ഈ വണ്ടി എടുക്കുക. കാരണം എനിക്ക് ഓൾറെഡി പണ്ടൊരു RZR സ്കൂട്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എടുക്കുന്ന സ്കൂട്ടറിന് മൈലേജ് വേണം എന്നെനിക്ക് നിർബന്ധമായിരുന്നു. അന്ന് എടുത്ത സ്കൂട്ടറിനാണ് ഈ മൈലേജ് എന്ന് പറഞ്ഞാൽ സാമാനമില്ലായിരുന്നു. എന്തോ 40 35-40 എങ്ങാണ്ടൊക്കെ കിട്ടുന്നുള്ളൂ. സത്യസന്ധമായിട്ട് പറയാം, ഞാനത് വെച്ച് ഡെലിവറിക്കൊക്കെ ഇപ്പോൾ കൊണ്ടിരുന്നത്. അത് എണ്ണയടിച്ച് മുടിഞ്ഞ് അങ്ങനെയാണ് ഞാൻ ആ പ്ലാറ്റിന വാങ്ങിയത്. പ്ലാറ്റിന എന്ന് പറയുമ്പോൾ പിന്നെ മണപ്പിച്ചാൽ മതി. പക്ഷേ എനിക്ക് ആ പ്ലാറ്റിനയെ പോയിട്ട് ഭയങ്കര നടുവിന് വേനയാണ്. പിന്നെ സിറ്റിയിലൊക്കെ ഞാൻ കൊച്ചിയിലായിരുന്നു. കൊച്ചിന് കുണുകുണുകുണുകുണുന്ന് ഗിയർ മാറണം, ക്ലച്ച് താങ്ങണം, എനിക്ക് ഭയങ്കര മടുപ്പ്. എപ്പോഴും നമ്മുടെ പരിപാടിക്കൊക്കെ പറ്റുന്ന ഒരു ഗിയർലെസ് സ്കൂട്ടറാണ്. അപ്പോൾ മൈലേജ് ഉള്ള സ്കൂട്ടർ എന്നിറങ്ങും എന്ന് ഇങ്ങനെ സ്വപ്നം കണ്ടിരുന്ന സമയത്താണ് നമ്മുടെ ഹൈബ്രിഡ് ഫസിനോ പിന്നെ RZR ഇറങ്ങിയത്. RZRനേക്കാട്ടും എനിക്കിഷ്ടം ഫസിനോയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഓടിക്കാൻ കുറച്ചുകൂടെ സുഖമാണ്. റേയെക്കാട്ടും സുഖം ഇത് ഓടിക്കാനാണ്. ഭയങ്കര സുഖമാണ്. സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഒരു പഞ്ഞിപ്പുറത്തിരുന്ന് പോകുന്ന, ഈ ബൗൺസിങ് ടെൻഡൻസി ഒന്നുമില്ല, ഇങ്ങനെ കുത്തിപ്പൊങ്ങുന്നൊന്നുമില്ല. ഭയങ്കര സുഖമാണ്. നല്ല പഞ്ഞിപ്പുറത്തിരുന്ന് പോകുന്നതിൽ എത്ര ഓടിച്ചാലും മടുക്കത്തില്ല. ഒരു 50-55 ഇടയിലാണ് ഇതിൻ്റെ ഒരു സ്വീറ്റ് സ്പോട്ട് എന്നൊക്കെ പറയുന്നത്. ഭയങ്കര സ്മൂത്തായിട്ട് പോകാം. യമഹയുടെ എഞ്ചിനാണ്, പറയാതിരിക്കാൻ വയ്യ. ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ ഫീല്. അതാണ് ഞാൻ അത്ര വാചാലമായിട്ട് പറയുന്നത്. ഇനി നമുക്ക് ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ പറയാണ്ട് ഇനി വണ്ടീനെ പറ്റി പറയാം. കുറച്ചുകൂടെ അടുത്ത് പോയിട്ട് ഞാൻ വണ്ടിയുടെ ഓരോരോ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം. വണ്ടിയുടെ ഫ്രണ്ട് പോർഷൻ ലുക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ഇത് LED ഹെഡ്ലൈറ്റ് വിത്ത് DRലാണ് വരുന്നത്. ഇതിനുള്ളിൽ ഒരു DRL വരുന്നുണ്ട്. പിന്നെ ക്രോം ഫിനിഷിങ് വരുന്നുണ്ട്. ഇതിന് ഈ ക്രോം അല്ലാണ്ട് ബ്ലാക്ക് വരുന്ന വേരിയൻ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ റെഡിൽ ക്രോമാണ് വരുന്നത്. പിന്നെ ഇത് ഫാസിനോ S എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ എഡിഷൻസ് ഒക്കെ വന്നായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഇവിടെ ബ്ലാക്ക് ആയിരുന്നു. ഈ ക്രോം വരുന്നിടത്തൊക്കെ ബ്ലാക്ക് ആയിരുന്നു. അപ്പോൾ ഈ റെഡിൻ്റെ കൂടെ ഇതേ ഉള്ളൂ. അപ്പോൾ എന്നോട് ചോദിച്ചായിരുന്നു, ഞാൻ പറഞ്ഞു എനിക്ക് ബ്ലാക്ക് ഉള്ളതുകൊണ്ടോ, അപ്പോൾ വേണമെങ്കിൽ നമുക്ക് വേറെ ബ്ലാക്ക് ഓർഡർ ചെയ്ത് മാറ്റിത്തരാമെന്നൊക്കെ പറഞ്ഞായിരുന്നു. ഞാൻ നോക്കിയപ്പം ബ്ലാക്കിനെക്കാട്ടും നല്ലത് ഈ ക്രോം തന്നെയാണ്. കാരണം കുറച്ചുകൂടെ ഒരു പ്രീമിയം ടച്ച് കിട്ടുന്നുണ്ട്. ഈ സാധനം കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇതിൻ്റെ ഹെഡ്ലൈറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഓടിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വെട്ടമുണ്ട്. ഈ വണ്ടി എടുത്തപ്പം കുറച്ചുകൂടെ കുമ്പിട്ടായിരുന്നു വെട്ടം കടന്നത്. പിന്നെ ഇതിൻ്റെ അടിയിലൊരു സ്ക്രൂ ഉണ്ട് കേട്ടോ, അത് ലൂസ് ചെയ്തിട്ട് ഹെഡ് പൊക്കാനും ഇതാക്കാനൊക്കെ പറ്റും. അപ്പോൾ ഞാൻ കുറച്ച് പൊക്കി. അപ്പോൾ ഏകദേശം ഒരു ലെവലായി. ഒരു ടോർച്ചിൽ നിന്ന് വെട്ടം പോകുന്നതാണ്. എതിരെ വരുന്ന ഏതവനാണെങ്കിലും ഡിം അടിച്ച് തരും. എനിക്കൊന്ന് LED സെറ്റപ്പ് ലൈറ്റിൽ വെച്ചിട്ട് അത്യാവശ്യം നല്ല വെട്ടം ഇതിൻ്റെ ഒരു ഹെഡ്ലൈറ്റിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ ഇൻഡിക്കേറ്റർ ഹാലജനാണ് കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ ബേസ് വേരിയൻറ്റിൽ ഇവിടെയാണ് DRL വരുന്നത്. ഈ DRL ഇവിടെ ഹാലജൻ ഹെഡ്ലൈറ്റാണ് വരുന്നത്. ഇത് ടോപ്പ് വേരിയൻ്റ് ആണ്. അപ്പം ഹാലജൻ ഇൻഡിക്കേറ്റർ ഉണ്ട്, ഇവിടെ 2 ക്രോം ഉണ്ട്, യമഹയുടെ ലോഗോ ഉണ്ട്. പിന്നെ എനിക്കിതിൻ്റെ പെയിൻറ്റ് സ്കീം ഇച്ചിരി ഡിസപ്പോയിൻറ്റഡ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നില്ല. തൊട്ടാപ്പോൾ സ്ക്രാച്ച് ആകുന്നുണ്ട്. അതുകൊണ്ട് എന്താ പറയുക, ഒരു കൊച്ചിനെ കൊണ്ടുപോകുന്ന പോലെയാണ് ഈ വണ്ടി കൊണ്ടുപോകുന്നത്. ഒന്നുകൂടെ ക്ലിയർ കോട്ട് അടിച്ചാലോ എന്ന് വരെ എനിക്ക് തോന്നി. കാരണം അത്രയും ഒരു കട്ടി കുറഞ്ഞ രീതിയിലാണ് എനിക്ക് ആ പെയിൻറ്റിങ് തോന്നുന്നത്. അതായത് ഇങ്ങനെ തൂവി വിട്ടെന്നൊക്കെ പറയല്ലേ, ഇങ്ങനെ തലോടി വിട്ടെന്നൊക്കെ പറഞ്ഞ പോലെ ഒരു കട്ടിക്ക് അങ്ങ് അടിച്ച് വിടുമായിരുന്നെങ്കിൽ കുറച്ചുകൂടെ, എന്ന് വെച്ചാൽ തൊട്ട സ്ക്രാച്ച് ആകുന്ന രീതിയിലാണ്. പെട്ടെന്ന് നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഒരയോ നമ്മളൊന്ന് തൂക്കുമെന്ന് ജസ്റ്റ് ഒന്ന് അമർത്തി തൂത്താലൊക്കെ പെയിൻറ്റ് സ്ക്രാച്ച് ആകുന്ന രീതിയിൽ അല്ലെങ്കിൽ പെയിൻറ്റ് പോകുന്ന രീതിയിൽ വരുന്നുണ്ട്. അപ്പോൾ അതിലൊരു ഡിസപ്പോയിൻറ്റഡ് ആണ്. പക്ഷേ വൈബ്രേഷനോ അനാവശ്യ നോയിസോ ഇളക്കോ ഒന്നുമില്ല. നല്ല ഫിറ്റും ഫിനിഷും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എവിടെയൊക്കെയോ ഒരു ലോ ക്വാളിറ്റി പോലെ എനിക്ക് തോന്നുന്നു. പ്രൈസ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടായിരിക്കാം. ബട്ട് എഞ്ചിൻ്റെ ഭാഗത്തോട്ട് നോക്കുമ്പോൾ എഞ്ചിൻ കിടിലമാണ്, ഒന്നും പറയാനില്ല. നല്ല സ്മൂത്ത് ആൻഡ് റിഫൈൻമെൻ്റ് ആണ്. ഒരു 40-45 ഞാൻ പോയപ്പം പതുക്കെ ഇങ്ങനെ പോകുന്ന സമയത്ത് ചെറിയൊരു വൈബ്രേഷൻ അല്ല, ഒരു എന്ത് ഗിരാന്നൊരു ഒച്ച പോലെ ഹെഡിൻ്റെ അവിടെ നിന്ന് കേട്ടു. അത് ഫസ്റ്റ് സർവീസ് കഴിഞ്ഞപ്പോൾ തൊട്ട് അതില്ല കേട്ടോ. ഇപ്പം അങ്ങനെ
ഒച്ച അനക്കവും ബഹളമൊന്നും ഇല്ല വണ്ടിക്ക്. പിന്നെ ഈ മിററാണെങ്കിലും അത്യാവശ്യം നല്ല എന്താ പറയുക ഒരു പ്രീമിയം ടച്ച് ഉണ്ട്. അതുകൊണ്ട് ഒരു ക്രോം ടച്ച് രണ്ട് സൈഡിലും കൊടുത്തേക്കുന്ന കിടിലൻ മിററാണ്. അപ്പോൾ നമുക്ക് ഈ മിററിൻ്റെ ഒരു ഷേപ്പ് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇത് സൈഡിലോട്ട് ഇത്തിരി കൂർത്താണ് ഇരിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടെ ബ്ലൈൻഡ് സ്പോട്ട് കുറച്ചുകൂടെ കാണാൻ പറ്റുന്നുണ്ട്. കുറച്ചുകൂടെ എന്താ പറയുക ബാക്കിലോട്ടുള്ള വിസിബിലിറ്റി നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ലിവർ വരുന്നത്. അപ്പോഴത്തേക്കും ഇതിന് UBS എന്നാണ് പറയുന്നത്, യൂണിഫൈഡ് ബ്രേക്കിംഗ് സിസ്റ്റം എന്നാണ് യമഹ വിളിക്കുന്നത്. നമ്മൾ കോമ്പി ഓരോ ബ്രാൻഡും അവരവർക്ക് ഇഷ്ടമുള്ള പേരിൽ വിളിക്കുന്നു. TVS ആണ് എനിക്ക് തോന്നുന്നു സിങ്കർണൈസ്ഡ് ബ്രേക്കിംഗ് സിസ്റ്റം, ഹോണ്ടയാണ് കോമ്പി ബ്രേക്ക് എന്നുള്ള പേരകത്ത് ഇറക്കിയെന്ന് തോന്നുന്നു. അപ്പോൾ യമഹ UBS ഒന്നുമില്ല, ബാക്ക് പിടിച്ചാൽ ഫ്രണ്ടും കൂടെ അപ്ലൈ ആവും. സാധാരണ വണ്ടികളിൽ ബാക്കിൽ നിന്നൊരു കേബിൾ ഫ്രണ്ടിലോട്ടോ അല്ലെങ്കിൽ ഫ്രണ്ടിൽ നിന്നൊരു കേബിൾ ബാക്കിലോട്ടോ അങ്ങനെ പോകാറുണ്ട്. പക്ഷേ ഇതിൻ്റെ ഹെഡ് ഞാൻ അയച്ചായിരുന്നു. അപ്പം ഞാൻ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു കേബിൾ ഈ ലിവറയിലോട്ട് കണക്ട് ആക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ കോമ്പി വർക്കാകുന്നത്. അത് ഇതിൻ്റെ കോമ്പിയുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ഹെഡിൻ്റെ ഉള്ളിൽ കൂടെ തന്നെയാണ് പോകുന്നത്. അതായത് ബാക്ക് ബ്രേക്ക് പിടിക്കുമ്പോൾ തന്നെ ഫ്രണ്ട് അപ്ലൈ ആകാൻ വേണ്ടി ഇങ്ങനെ ഡയറക്റ്റ് ഒരു കേബിൾ ഇതിൻ്റെ ഉള്ളിലൂടെ അങ്ങ് പോയേക്കുക. ചെറിയ ഇത്ര ലെങ്ത് ഉള്ള അത്രേ ഉള്ളൂ. വേറെ ബാക്കിലോട്ടോ ഫ്രണ്ടിലോട്ടോ വേറെ കേബിളൊന്നുമില്ല. സിമ്പിൾ സെറ്റപ്പ്. യമഹയ്ക്ക് കുറച്ചുകൂടെ ബുദ്ധിയുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ ബ്ലൂ കോർ ഹൈബ്രിഡ് എന്നുള്ള ബാഡ്ജിങ് ഉണ്ട്. ബ്ലൂ കോർ ടെക്നോളജിയാണ് ഇവരുടെ ഒരു ഫ്യൂൽ ഇഞ്ചക്ഷൻ ടെക്നോളജിനെയൊക്കെയാണ് അത് സൂചിപ്പിക്കുന്നത്. പിന്നെ ഹൈബ്രിഡ്. പിന്നെ എനിക്കിതിൽ ഭയങ്കരമായിട്ടൊരു പോരായ്മ തോന്നിയൊരു സാധനമാണ് ഇതിൻ്റെ ഹാൻഡ് ബ്രേക്ക് കൊടുത്തിട്ടില്ല. അതെന്ന് വെച്ചാൽ നമ്മൾ എവിടെയെങ്കിലൊക്കെ ചുമ്മാ ഒന്ന് നിർത്തിക്കഴിഞ്ഞാൽ ആരെങ്കിലും കണ്ടിട്ട് നിർത്തുമോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ പുറകോട്ട് ഉരുണ്ടുമോ അല്ലെങ്കിൽ കയറ്റത്തിലൊക്കെ വെക്കുമ്പോൾ അതൊരു പോരായ്മ. അപ്പോൾ നമ്മളിപ്പോൾ ഹാൻഡിൽ ഇങ്ങനെ ഒടിച്ച് വെക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. പക്ഷേ ഞാൻ എവിടെ ഇങ്ങനെ സ്ലോപ്പിലൊക്കെ വെച്ചിട്ട് ഇതുവരെ ഉരുണ്ടൊന്നും പോയിട്ടില്ല. പക്ഷേ എനിക്കതൊരു പോരായ്മയായിട്ട് തോന്നി. ഒരു ഹാൻഡ് ബ്രേക്ക് പ്രൊവൈഡ് ചെയ്യാമായിരുന്നു. പിന്നെ ഫ്രണ്ടിലോട്ട് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ മഡ് ഗാർഡ് മെറ്റലാണ്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ക്വാളിറ്റി ടെസ്റ്റും കൂടെ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ പട്ടിക്കെട്ടിടിച്ചാണ് ടെസ്റ്റ് ചെയ്തത്. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് വരികയായിരുന്നു. ഒരു 30-35 സ്പീഡിലാണ് വരുന്നത്. അപ്പോൾ ഞാൻ മറ്റേ വേടൻ്റെ പാട്ടൊക്കെ പാടിക്കൊണ്ട് ഇങ്ങനെ വരുമായിരുന്നു. വരുന്ന വഴിക്ക് അയലക്കത്തെ വീട്ടിലെ തിണ്ണയിലെങ്ങാണ്ട് ഒരു പട്ടി കയറി വന്നു. അവരതിനായിട്ട് ഒരു കല്ലെടുത്ത് എറിഞ്ഞു. അത് നേരെ എൻ്റെ ഫ്രണ്ടിലോട്ട് ചാടി ഒറ്റയിടി. പക്ഷേ ഈ വണ്ടിക്കൊന്നും പറ്റിയില്ല. നല്ല സ്റ്റെബിലിറ്റിയാണ്. വണ്ടി പൊളയോ മറിയോ ഒന്നും ചെയ്തില്ല. ഞാൻ ഓർത്ത് ഫ്രണ്ടൊക്കെ തീർന്നെന്ന്. പക്ഷേ ഈ മഡ് ഫ്ലാപ്പ് ഇങ്ങനെ താന്ന് ടയറിൽ ഉരഞ്ഞിട്ട് ഇത് സ്റ്റക്കായി. എന്നിട്ട് ഞങ്ങൾ ഷോറൂമിൽ പോയി 3-4 പേര് കൂടി ഇത് പൊക്കി വെച്ചാണ്. ഇവിടെ കുറച്ച് ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത്ര ഇല്ലായിരുന്നു, എന്നാലും കണ്ടോ വലിയ അപാകതകളൊന്നും പറ്റിയില്ല. വേറെ പൊട്ടിപ്പോയിട്ടൊന്നുമില്ല. അപ്പോൾ ക്വാളിറ്റി ടെസ്റ്റും ഓക്കെയാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്. അങ്ങനെ ഇത് വന്ന് താന്നപ്പോൾ ഈ ഒരു എന്താ പറയുക നമ്മുടെ സസ്പെൻഷൻ്റെ സൈഡിൽ ഉരഞ്ഞു. അപ്പോൾ ഇവിടെ കുറച്ച് പെയിൻറ്റ് പോയി 2 സൈഡിലും. അപ്പോൾ ഞാൻ അവിടെ ഒരു സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് ഒരു മെനക്കാക്കിയിട്ടുണ്ട്. നല്ല കിട്ടിലൻ ഒരു സസ്പെൻഷനാണ് കേട്ടോ, പറയാതിരിക്കുകയാണ്. ടെലസ്കോപ്പിക് സസ്പെൻഷനാണ്. നല്ല യാത്രാസുഖമാണ്. നല്ല പഞ്ഞിപ്പുറത്ത് പോകുന്ന പോലെയാണ്. അങ്ങനെ ബോട്ടമെൻ്റ് ഇടിയൊന്നുമില്ല. ഞാനൊരു ദിവസം പറന്നുപോയി ഒരു കട്ടറിൽ ചാടിയപ്പം അതുപോലെ ഒരു കുഴി, കിണർ പോലെ ഒരു കുഴിയിലോട്ട്, കിണറെന്ന് ഞാൻ ഉദാഹരണം പറഞ്ഞ കേട്ടോ, അതുപോലെ കൊണ്ട് ഇടിപ്പിച്ചപ്പോൾ മാത്രമാണ് താഴെ ചെന്ന് അങ്ങ് ഇടിച്ചിട്ടുള്ളൂ. അല്ലാതെ അത് ഇടിച്ചിട്ടൊന്നുമില്ല. ഫ്രണ്ടിലാണെങ്കിലും അലോയ് വീൽ സെറ്റപ്പാണ് വരുന്നത്. 1 2 3 4 1 2 3 4 5 6 സ്പോക്ക്. സ്വന്തം വണ്ടിയാണെങ്കിലും ഞാൻ എണ്ണാനൊന്നും പോയില്ല കേട്ടോ. പിന്നെ ഡിസ്ക് ബ്രേക്ക് സെറ്റപ്പ് വരുന്നു. ഇത് ഏതിൻ്റെ കാലിപ്പറാണെന്നൊന്നും ഇതിൽ എഴുതിയിട്ടില്ല. എനിക്കൊന്ന് യമഹയുടെ തന്നെയാണെന്ന് തോന്നുന്നു. ബ്രേക്കിംഗ് ആണെങ്കിൽ അത്യാവശ്യം നല്ല ബൈറ്റുണ്ട്, സ്റ്റോപ്പിംഗ് പവറുണ്ട്. പക്ഷേ 2 പേരും പോകുമ്പോഴത്തേക്കും പുറയിൽ വെയിറ്റും കൂടെ വരുമ്പോഴത്തേക്കും നമ്മൾ നോക്കിയും കണ്ടും പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നിടത്ത് നിൽക്കത്തില്ല. നമ്മൾ സിംഗിൾ പേഴ്സൺ റൈഡിൽ നമുക്ക് ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നിർത്താൻ പറ്റും. പക്ഷേ പുറയിൽ വെയിറ്റ് വരുമ്പോഴത്തേക്കും ആ ഒരു കോൺഫിഡൻസ് എനിക്ക് കിട്ടുന്നില്ല. ഞാൻ പോകുന്ന രീതിക്ക് പോയി പിടിച്ചിട്ട് കഴിഞ്ഞ ദിവസം കാറിൻ്റെ അടിയിൽ കയറണ്ടായിരുന്നു. അപ്പോൾ കുറച്ചുകൂടെ നേരത്തേക്ക് ഒന്ന് പിടിക്കാൻ നോക്കി വന്നു. പക്ഷേ എന്നാലും അത്യാവശ്യം നല്ല ബ്രേക്കിങ് ഈ ഒരു ഡിസ്ക് ബ്രേക്കിൽ നിന്ന് ലഭിക്കുന്നുണ്ട് കേട്ടോ. 190 mm ഡിസ്ക് ബ്രേക്കാണ് കേട്ടോ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. 90-12 ട്യൂബ്ലെസ് ടയറും. ഇത് യൂറോ ഗ്രിപ്പിൻ്റെ ടയറാണ്. എനിക്ക് ഈ ടയറിൽ മഴയത്തൊക്കെ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഈ വണ്ടി ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഈ വണ്ടി 99 കിലോയേ ഉള്ളൂ. അപ്പോൾ ചില സമയത്ത് ബാക്കിലൊക്കെ ആളിരിക്കുമ്പോഴത്തേക്കും ഫ്രണ്ട് നിലത്ത് പിടിക്കാത്ത പോലെ ഒരു ഫീൽ ചെയ്യുന്നുണ്ട് വീശുമ്പോഴൊക്കെ. ഇതങ്ങനെ വീശി പോകാനുള്ള വണ്ടിയൊന്നുമല്ല. ബട്ട് നമ്മൾ എന്താ പറയുക, ചില സമയത്ത് അങ്ങനെ മെണച്ചൊക്കെ പോകാറുണ്ട്. അന്നേരമൊക്കെ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ ഈ ഒരു ടയറിൽ നിന്ന് എനിക്ക് ലഭിക്കുന്നത്. പക്ഷേ ഇതുവരെ അങ്ങനെ പാളിപ്പോവോ തെന്നിപ്പോവൊന്നും ചെയ്തിട്ടില്ല. നോക്കിയും കണ്ടൊക്കെയാണ് ഓടിക്കുന്നത്. പിന്നെ നമ്മുടെ ഈ ഒരു സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫുട് ബോർഡ് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഫുട് ബോർഡിനുള്ളിലാണ് ഇതിൻ്റെ ബാറ്ററി വരുന്നത്. അപ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ ബാറ്ററി. ഈ 2 ബോൾട്ട് അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററി കാണാൻ സാധിക്കും. അപ്പോൾ ഈ മാറ്റൊക്കെ വാങ്ങിയിട്ടാണ്. അപ്പോൾ ഇവിടെ ഗ്യാസ് കുറ്റിയും കാര്യങ്ങളൊന്നും കയറത്തില്ല. ഇവിടെ ഹുക്കില്ല, ബട്ട് ഇവിടെ ഒരു ഹുക്കുണ്ട്. അപ്പോൾ എന്താ പറയുക, അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ വെക്കാം. അത്യാവശ്യം ഫ്ലാറ്റായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വെക്കാം. നമുക്ക് റിലാക്സ് ചെയ്തിരുന്ന് പോകാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഫുട് ബോർഡാണ് ഈ ഒരു വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ഫാസിനോ എന്നുള്ള ബാഡ്ജിങ് കാണാം.
എന്താ പിന്നെ ഇതിൻ്റെ ഇന്നർ പാനലോട്ട് ഇത് ഞാൻ ചുമ്മാ ഒട്ടിച്ച സ്റ്റിക്കറാണ് കേട്ടോ, ഈ വണ്ടിയിലുള്ളതൊന്നുമല്ല കേട്ടോ. ഇനി വണ്ടി വാങ്ങുമ്പോൾ ഇങ്ങനെ ഒരു സ്റ്റിക്കർ കണ്ടില്ലല്ലോ എന്ന് പറയരുത്. പിന്നെ നമ്മുടെ എന്താ പറയുക, ഇന്നർ പാനലിലോട്ട് നോക്കുകയാണെങ്കിൽ ഒരു കാർബൺ ഫൈബർ ടെക്സ്ചറാണ് കൊടുത്തിരിക്കുന്നത്. കാർബൺ ഫൈബർ അല്ല, അതുപോലത്തെ ഒരു ടെക്സ്ചറാണ് കേട്ടോ. ഈ ഒരു ചുറ്റും ഈ ഹാൻഡിലിൻ്റെ എവിടെയാണെങ്കിലും ഈ താഴെയാണല്ലോ, ഇവിടെയാണ് ഫസിനോ എന്നുള്ള ഒരു എഴുത്തും കാര്യങ്ങളും വരുന്നത്. പിന്നെ ഈ കീയിലാണെങ്കിൽ അധികം സെറ്റപ്പ് ഒന്നുമില്ല, സീറ്റ് തുറക്കാം വണ്ടി ഓണാക്കാം അത്രേ ഉള്ളൂ. ലെഫ്റ്റോട്ട് തിരിച്ചു കഴിഞ്ഞാൽ സീറ്റ് തുറക്കാം, റൈറ്റോട്ട് തിരിച്ചു കഴിഞ്ഞാൽ വണ്ടി ഓണാകും. ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇതൊരു മൊബൈൽ ചാർജറാണ്, ഞാൻ എക്സ്ട്രാ പിടിപ്പിച്ചതാണ്. ഈ വണ്ടിക്ക് അങ്ങനെ ഒരു സാധനമേ ഇല്ല. പിന്നെ എക്സ്ട്രാ ആക്സസറി ആയിട്ട് വരുന്നുണ്ട്, സീറ്റിന് അടിയിലാണെന്നാണ് പറയുന്നത്. ഇത് ഞാൻ ഇതിലേക്കൂടെ വയറ് വലിച്ച് ഇതിൻ്റെ അകത്തൂടെ എല്ലാം വലിച്ചിട്ട് ഈ ബാറ്ററിയിലോട്ടാണ് കൊടുത്തേക്കുന്നത്. പിന്നെ നമ്മുടെ എന്താ പറയുക, മീറ്റർ കൺസോളും കാര്യങ്ങളിലോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ ഡിജിറ്റലായിട്ടുള്ള ഒരു മീറ്റർ കൺസോളാണ്. ഓട്ടോ സ്റ്റാർട്ട് ഓട്ടോ സ്റ്റോപ്പിൻ്റെ സ്വിച്ച് ഉണ്ട്. ഇത് നമ്മുടെ ഹെഡ്ലൈറ്റ് ഓണാക്കുന്ന സ്വിച്ചാണ്. ഇത് ഓഫാക്കി കഴിഞ്ഞാൽ DRL മാത്രമായിട്ട് തെളിഞ്ഞ് കിടക്കും. സ്റ്റാർട്ടാക്കുന്ന സ്വിച്ചുണ്ട്. പിന്നെ ഡിമ്മും ബ്രൈറ്റ്, ഇൻഡിക്കേറ്റർ, ഹോണ്. ഇനി മൊബൈൽ ഹോൾഡർ ഞാൻ പിടിപ്പിച്ചാണ്. പിന്നെ ഇതിലൊരു പോറാതിരിക്കാൻ വേണ്ടി ഒരു സ്റ്റിക്കർ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ച് ഒട്ടിച്ചായിരുന്നു. അത് ഫസിനോ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ കിട്ടും. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ നിങ്ങൾ എനിക്ക് ഇൻസ്റ്റാഗ്രാം മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ അയച്ചു തരാം. അത് ഒട്ടിച്ച് ശരിയായില്ല, ഒരു ബബിളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവിടെ ഉള്ളത്. മീറ്ററൊക്കെ ഞാൻ നിങ്ങളെ ഓണാക്കി കാണിക്കാം കേട്ടോ. പിന്നെ സീറ്റയിലോട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൈഡായിട്ടുള്ള 2 പേർക്ക് സുഖമായിട്ട് ഇരുന്ന് പോകാൻ പറ്റുന്നില്ല പതുപതാന്നുള്ള സീറ്റാണ് കേട്ടോ. ഞാനും അമ്മയൊക്കെ ഇരുന്ന് കുറേ ദൂരം ട്രാവലൊക്കെ ചെയ്തു. ഇപ്പോൾ എന്താ പറയുക, ലേഡീസിനാണെങ്കിലും കയറാനും ഇറങ്ങാനൊന്നും ഒരു പാടുമില്ല, അനായാസം കയറാനും ഇറങ്ങാനൊക്കെ പറ്റുന്ന തരത്തിലാണ് ഇതിൻ്റെ ഒരു സീറ്റിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത്. 780 mm ആണ് കേട്ടോ ഇതിൻ്റെ ഒരു സീറ്റ് ഹൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഞാൻ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് നിങ്ങളോട് പറഞ്ഞില്ല, 145 mm ആണ് കേട്ടോ ഗ്രൗണ്ട് ക്ലിയറൻസ്. ഞാൻ ഇങ്ങോട്ട് കയറി വരുന്ന വഴിക്ക് കുറച്ച് കല്ലും മണ്ണൊക്കെ കിടപ്പുണ്ടായിരുന്നു, അടിയൊന്നും തട്ടിയിട്ടില്ല. അപ്പോൾ അത്യാവശ്യം എന്താ പറയുക, ഗുണ്ടും കുഴിയുമുള്ള വഴികളിലൂടെയൊക്കെ കയറി പോകുന്ന തരത്തിലാണ്. അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഓടിച്ച് നോക്കിയെടുത്തോളം, എന്നാലും ഞാൻ നോക്കിയും കണ്ടൊക്കെ ഇറക്കിയത് അടി ഇടിക്കാതിരിക്കാൻ വേണ്ടി. പിന്നെ സൈഡ് സ്റ്റാൻഡ് എഞ്ചിൻ കട്ട് ഓഫ് ഒക്കെ ഉണ്ട്. വണ്ടി ഓടി വരുന്ന സമയത്ത് നമ്മൾ സ്റ്റാൻഡ് ഇട്ട് കഴിഞ്ഞാൽ സ്പോട്ടിൽ നിന്നോളും. സ്റ്റാൻഡ് ഇട്ടാൽ വണ്ടി സ്റ്റാർട്ട് ആകത്തില്ല, സ്റ്റാൻഡ് എടുത്താലേ സ്റ്റാർട്ട് ആകത്തുള്ളൂ. പിന്നെ നമ്മുടെ പില്ലിയൻ ഫുഡ് ബേക്ക്, ഇത് റബ്ബർ ബീഡിങ്ങോട് കൂടിയ ഫുഡ് ബേക്കാണ് കേട്ടോ. അടിപൊളി ഫുഡ് ബേക്കാണ്. നമുക്ക് ബാക്കിലിരിക്കുമ്പോഴാണെങ്കിലും നമ്മുടെ കാല് നല്ല രീതിയിൽ ഇതിൽ ചവിട്ടാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇത് 2024 പ്രൊഡക്ഷൻ വണ്ടിയാണ്. ഇതിന് കിക്കറുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞായിരുന്നു ഇത് മറ്റേ ഓൾഡ് സ്റ്റോക്കാണ്, നമ്മുടെ 2025 വണ്ടി വരുന്നതേ ഉള്ളൂ, ഔട്ട് ഓഫ് സ്റ്റോക്കാണ്, അത് മതിയോ എന്ന്. പക്ഷേ ഞാൻ ഇത് മതിയെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് കിക്കർ കിട്ടി. 2025 വരുന്ന വണ്ടിക്ക് കിക്കറില്ല, നമ്മളത് എക്സ്ട്രാ ആക്സസറി ആയിട്ട് പിടിപ്പിക്കണം. പിന്നെ ഇത് എക്സ്ട്രാ ആക്സസറിയാണ്, നമ്മുടെ ലേഡീസ് ഫുഡ് റെസ്റ്റ്, അത് നമ്മൾ ഷോറൂമിൽ നിന്ന് എക്സ്ട്രാ പിടിപ്പിച്ചാണ്. പിന്നെ ഫസിനോ എന്നുള്ള 3D ക്രോം ബാഡ്ജിങ് ഉണ്ട്. പിന്നെ കിടിലൻ നല്ല ഗ്രാബ് റെയിലുണ്ട്. ഇതൊന്ന് കണ്ടിട്ട് ഒരാൾ എന്നോട് ചോദിച്ചു ഇത് എക്സ്ട്രാ പിടിപ്പിച്ചാണോ എന്ന്. അല്ല, ഇത് ഈ വണ്ടിയിൽ തന്നെ ഉള്ളതാണ്. നല്ല സൂപ്പറായിട്ട് പിടിച്ചിരിക്കാൻ പറ്റുന്ന കിടിലൻ ഗ്രാബ് റെയിലും. പിന്നെ എനിക്ക് ഫസിനോയിൽ ഇതുവരെ മനസ്സിലാകാത്തൊരു കാര്യമാണ്, ഇതിൻ്റെ ബാക്കിൽ ഈ ഫുൾ ലൈറ്റിന് എന്തിനാണ് ഈ ഒരു പിങ്ക് പോലത്തെ കളർ കൊടുത്തേക്കുന്നതെന്ന്. ഇവിടെയാണ് 2 ഇൻഡിക്കേറ്റർ ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ, അതിന് സെപ്പറേഷൻ ഒന്നുമില്ല, മൊത്തത്തിൽ ഒരു പിങ്ക് പോലത്തെ സംഭവത്തിനകത്താണ് ആ ലൈറ്റ് സെറ്റപ്പ് വരുന്നത്. പിന്നെ LED ടെയിൽ ലൈറ്റ് സെറ്റപ്പാണ് കൊടുത്തേക്കുന്നത്. ഞാൻ വേണം ജസ്റ്റ് ഒന്ന് തെളിച്ച് കാണിക്കാം. അത് തെളിക്കുമ്പോൾ കാണാം, ഇൻഡിക്കേറ്ററും കൂടെ ഒന്ന് ഇട്ടേക്കാം. അപ്പം നമുക്ക് കാണാൻ പറ്റും കേട്ടോ, തെളിയുമ്പോൾ കണ്ട ഇൻഡിക്കേറ്റർ തെളിയുമ്പം അതും കാണാം. ബ്രേക്ക് ലൈറ്റ് LED കാണാം. ബേസ് വേരിയൻറ്റിൽ എനിക്ക് തോന്നുന്നു ഹാലജനാണെന്ന് തോന്നുന്നു. പുതിയ വേരിയൻറ്റിൽ ഞാൻ ശ്രദ്ധിച്ചില്ല, പക്ഷേ ഇത് ടോപ്പ് വേരിയൻ്റാണ്. ഇതിൽ LED ആണ് വരുന്നത്. പിന്നെ തൊട്ട് താഴെയായിട്ട് നമ്മുടെ നമ്പർ പ്ലേറ്റ്. പിന്നെ നമുക്ക് വണ്ടി തന്ന ഷോറൂമിൻ്റെ പേരും കാണാം. ഫേവറേറ്റ് മോട്ടോഴ്സ് പാലയാണ് നമുക്ക് ഈ വണ്ടി തന്നത്. അപ്പോൾ അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നുണ്ട്. യമഹ സംബന്ധമായ വാഹനങ്ങൾ വാങ്ങാനോ എക്സ്ചേഞ്ചിനോ എന്തിനും, അതായത് നിങ്ങൾക്ക് ഇപ്പോൾ സിബിലും ഇല്ല ഒന്നുമില്ല, നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒരു വണ്ടി വാങ്ങിയാൽ മതി, ലോ ഡൗൺ പേയ്മെൻറ്റ് 1000 രൂപയൊക്കെ കൊടുത്തൊരു വണ്ടി ഇറക്കിയാൽ മതി എന്ന് ഉള്ള ആഗ്രഹത്തിൽ നിൽക്കുന്ന ഒരാളാണ്, ഒരു വണ്ടി വേണം അങ്ങനെ നിൽക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഒന്നും നോക്കണ്ട, ഫേവറേറ്റ് മോട്ടോഴ്സിലോട്ട് വിട്ടു. ഞാൻ ചുമ്മാ ഒന്ന് ഫോൺ വിളിച്ചതാണ്, എനിക്ക് തരാൻ പൈസ ഇല്ല, എൻ്റെ കയ്യിലൊരു വണ്ടിയുണ്ട്, അത് വേണമെങ്കിൽ അങ്ങോട്ട് തരാം, വേറെ ഒന്നുമില്ല, പകരം എനിക്കൊരു വണ്ടി തരാൻ പറ്റുമോ, എനിക്ക് ലോൺ പാസ്സാവുമെന്ന് എനിക്കൊരു ഇതുമില്ല, എനിക്ക് സിവിലും ഇല്ലൊരു മണ്ണാങ്കട്ടയില്ല എന്ന് പറഞ്ഞതേ ഉള്ളൂ. പിറ്റേ ദിവസം പറഞ്ഞു ലോണും പാസ്സായി, ഇതേ വണ്ടി റെഡിയായി, പഴയ വണ്ടിയും കൊണ്ടുവന്ന് പറഞ്ഞിട്ട് എനിക്ക് ഈ വണ്ടി ഇങ്ങനെ തന്നു വിടുമായിരുന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് പറയുകയാണ്, അവന്മാർ എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് ഒരു ലോൺ പാസ്സാക്കി ഒരു വണ്ടി തന്നു വിട്ടും, അതിനകത്ത് എനിക്ക് ഒരു സംശയമില്ല. അപ്പോൾ എൻ്റെ കാര്യം കൊണ്ട് ഞാൻ പ്രൂവ് ചെയ്തല്ലോ. പിന്നെ ബാക്ക് ടയറിനെ പറ്റി പറഞ്ഞില്ല കേട്ടോ. ബാക്ക് ടയറിൻ്റെ സൈസ് വരുന്നത് 10 ഇഞ്ചാണ് കേട്ടോ ഇതിൻ്റെ ഒരു സൈസ് വരുന്നത്. 110 90 10 അതാണ് ഇതിൻ്റെ ഒരു ആക്ച്വൽ സൈസ്. അപ്പോൾ ഇതും യൂറോ ഗ്രിപ്പിൻ്റെ ടയർ തന്നെയാണ്. ബാക്ക് ടയർ കണ്ടാൽ തേഞ്ഞ് തീർന്ന പോലെയൊക്കെ തോന്നും, പക്ഷേ അങ്ങനെയല്ല. ഇത് വാങ്ങിയപ്പോൾ തൊട്ട് ഇതാണ് ഇതിൻ്റെ ഒരു ഡിസൈന്. നടുക്കൂടെ വേറെ വെട്ടൊന്നുമില്ല, സൈഡിൽ കൂടെ ഉള്ള വെട്ടും കുത്തുക്കളും, പക്ഷേ പാളിച്ചൊന്നുമില്ല കേട്ടോ. എനിക്കൊരു പേടി ഉണ്ടായിരുന്നു മഴയത്തൊക്കെ പാളി പോകുന്നു, അങ്ങനെയൊന്നും ഇതുവരെ ഉണ്ടായില്ല. ഞാനിത് കഴുകി വൃത്തിയാക്കി നല്ല സെറ്റാക്കി ഒരു ചെളി പോലും പറ്റാതെ ഈ റിവ്യൂവിന് വേണ്ടി വെച്ചിരുന്നതാണ്. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നല്ല മഴയായിരുന്നു, അതാണ് ഫുള്ള് ചെളിയായിപ്പോയി. അപ്പോൾ അതെന്നോട് ക്ഷമിക്കുക. ഇനിയിപ്പോൾ ഇവിടെ കഴുകാൻ വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. പിന്നെ നമ്മുടെ എന്താ പറയുക സൈലൻസർ, എക്സോസ്റ്റ്, ഇതിൽ നല്ലൊരു പ്ലാസ്റ്റിക് കവറിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സൈലൻസർ നല്ല രീതിയിൽ ഇങ്ങനെ ഒതുങ്ങിയാണ് ഇരിക്കുന്നത്.
പിന്നെ നമ്മുടെ ഇതേ ആ ഒരു ഫാനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എഞ്ചിൻ്റെ സൈഡിൽ. അപ്പോൾ ഹൈബ്രിഡ് സെറ്റപ്പാണ് ഈ ഒരു വണ്ടി. അത് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് എക്യുപ്മെൻറ്റ്സ് ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്താണ് ഹൈബ്രിഡ്, എങ്ങനെയാണ് ഹൈബ്രിഡ് വർക്കാകുന്നതെന്ന് ഞാനൊരു സിമ്പിൾ ഡെമോ ആയിട്ട് നിങ്ങളെ കാണിക്കാം. അതായത് ഏത് സാധാരണക്കാരനും മനസ്സിലാകുന്ന രീതിയിൽ. ഓക്കെ, അപ്പോൾ എന്താ പറയുക, ഇനി നമുക്ക് മീറ്റർ കൺസോളിലോട്ട് പോകാം. മീറ്റർ കൺസോളൊക്കെ ഒന്ന് കാണിക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഹൈബ്രിഡ് എന്താണെന്ന് കാണിക്കാം കേട്ടോ. ഈ മീറ്ററിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഒരു ഫുള്ളി ഡിജിറ്റൽ മീറ്ററാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇതേ ഇൻഡിക്കേറ്റർ തെളിയുന്നത് കാണാം. ലെഫ്റ്റിലോട്ടുള്ള ഇൻഡിക്കേറ്റർ, റൈറ്റിലോട്ടുള്ള ഇൻഡിക്കേറ്റർ, ഇത് യമഹയുടെ ആ ഒരു ലോഗോ, ഇവിടെ ഓഡോമീറ്റർ, ഇവിടെ ടൈം, പിന്നെ നമ്മൾ ടോട്ടൽ ഓടിയത് ഇത് ട്രിപ്പാണ് കേട്ടോ. പിന്നെ വണ്ടിയുടെ വി ബെൽറ്റിൻ്റെ ട്രിപ്പ്, ഓഡോമീറ്റർ 2131 വണ്ടി ഓടി. ഫസ്റ്റ് സർവീസ് 700-നും 1000-നും ഇടയ്ക്കായിരുന്നു. അതിന് 520 രൂപയായി. സെക്കൻഡ് സർവീസ് വരുന്നത് 4000-ലാണ്. തേർഡ് സർവീസ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്ന് 7000 സംതിങ് ആണെന്ന് തോന്നുന്നു. പിന്നെ ഒരു ഫോർത്ത് സർവീസും കൂടെ ഉണ്ട്, അത് വരുന്നതെന്ന് പറഞ്ഞാൽ 10000-ലാണ്. അങ്ങനെ 4 ഫ്രീ സർവീസുകളാണ് ഈ ഒരു വണ്ടിക്കുള്ളത്. ഇവിടെ ഒരു ഫാസിനോ എന്നുള്ള എഴുത്ത് കാണാം. ഇവിടെ മറ്റേ ഇക്കോ, പിന്നെ ഇവിടെ നമ്മൾ ഡിമ്മും ബ്രൈറ്റും, പിന്നെ ഓട്ടോ സ്റ്റാർട്ട്, ഓട്ടോ സ്റ്റോപ്പിൻ്റെ, പിന്നെ അസിസ്റ്റൻ്റ് ഉണ്ട്. നമ്മൾ വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് ഞാൻ പറഞ്ഞല്ലോ ടോർക്ക് സപ്പോർട്ടാണ് ഈ വണ്ടിക്ക് കിട്ടുന്നത്. നമ്മൾ ഇതിൻ്റെ നേരത്തെ റിവ്യൂവിലും കഴിഞ്ഞ എഫ്സിയുടെ റിവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്. ഇനീഷ്യലി നമ്മൾ വണ്ടി സ്റ്റാർട്ടാക്കിയാൽ മൂവ് ചെയ്യുന്ന സമയത്ത് ഒരു ടോർക്ക് സപ്പോർട്ട്, മോട്ടർ ഒന്ന് കറങ്ങിയ ഒരു സപ്പോർട്ട് വരും. അന്നേരം അവിടെ അസിസ്റ്റ് എന്നുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ തെളിയും. പിന്നെ ഒന്നുകൂടെ പ്രസ് ചെയ്യുവാണെങ്കിൽ ട്രിപ്പ് കാണാം. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഇട്ട ട്രിപ്പാണ്. 43.3 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പിന്നെ ഇക്കോ മോഡിൽ എന്തേരം ഓടുന്നു, മൈലേജ് കിട്ടുന്നു എന്നൊക്കെ കാണിക്കും. ആവറേജ് മൈലേജ് ഇപ്പോൾ 44ഒക്കെയാണ് കാണിക്കുന്നത്. കാരണം ഫുള്ള് കുന്നും മലയും കയറി എങ്ങ് വന്നത്, വാഗമണ്ണാണല്ലോ. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ നല്ല കയറ്റമായിരുന്നു. എനിക്ക് 55-60 വരെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഈ വണ്ടിയുടെ റിയൽ വേൾഡ് മൈലേജ് ടെസ്റ്റ് ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞുള്ളൂ, ഇതിൻ്റെ സെക്കൻഡ് സർവീസും കൂടെ ഒന്ന് കഴിഞ്ഞോട്ടെ. അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക്, അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്കോ എപ്പോഴാണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം. പിന്നെ എനിക്ക് ഒരു ഇത് തോന്നിയത്, ഇപ്പോൾ ഇതിൻ്റെ അകത്ത് 1, 2, 3, 4, 5 കട്ടയുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു കട്ടയായിട്ട് മിന്നാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, റിസർവ് ആണ് മിന്നാൻ തുടങ്ങുന്നത്. അപ്പോൾ പിന്നെ റിസ്ക് എടുക്കാൻ നിൽക്കല്, നേരെ ഏതെങ്കിലും പമ്പിൽ കൊണ്ട് കെട്ടിക്കോണം. 2 തവണ മിന്നാൻ തുടങ്ങി, അപ്പോൾ തന്നെ എണ്ണയും തീർന്നു പോയി. എനിക്കതിൻ്റെ ഒരു ഐഡിയ ഇല്ല. മിന്നാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എന്തേരം ദൂരം ഓടുന്നൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ രണ്ടും പെട്രോൾ പമ്പിൻ്റെ അടുത്തായിരുന്നുകൊണ്ട് തൊട്ടടുത്തുകൊണ്ട് അടിക്കാൻ പറ്റി. അപ്പോൾ അത് മിന്നാനുള്ള വഴി കൊടുക്കണ്ട, അതിനിപ്പുറം തന്നെ എണ്ണ അടിക്കുക. ഒരു കട്ടയെങ്കിൽ അല്ലെങ്കിൽ 2 കട്ടയെങ്കിലും മെയിൻറ്റെയിൻ ചെയ്ത് ഓടിക്കാൻ നോക്കുക. കാരണം ഇതിൻ്റെ ടാങ്ക് അത്ര വലിയ ടാങ്കൊന്നുമല്ല, ഒരു ചെറിയ ടാങ്കാണ്, 5.2 ലിറ്ററാണ്. അതുകൊണ്ട് ഒരു 300-400 രൂപയ്ക്ക് അടിച്ച് കഴിഞ്ഞാൽ തന്നെ ടാങ്ക് ഏകദേശം നിറയും. പിന്നെ ഇതാണ് ഇതിൻ്റെ ഒരു അണ്ടർ സീറ്റ് സ്റ്റോറേജും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. ഇതിൻ്റെ അതൊരു ഹാഫ് ഫേസ് ഹെൽമെറ്റ് വെക്കാം. പിന്നെ എൻ്റെ റെയിൻ കോട്ടും വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ കൊള്ളുന്ന ഒരു അണ്ടർ സീറ്റ് സ്റ്റോറേജ് ആണ് വരുന്നത്. ഇതിൻ്റെ ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 21 ലിറ്ററാണ് കേട്ടോ ഇതിൻ്റെ ഒരു കപ്പാസിറ്റി വരുന്നത്. അപ്പോൾ കണ്ടോ, ഒരു ഹാഫ് ഫേസ് ഹെൽമെറ്റ്, പിന്നെ ഇതുണ്ട് നമ്മുടെ സാധനങ്ങൾ, നമ്മുടെ റെയിൻ കോട്ടും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് കൊള്ളും. ഇതാണ് ഇതിൻ്റെ ബ്ലൂടൂത്ത് സെറ്റപ്പ് വരുന്നത്. ഈ വണ്ടിക്ക് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്. ഇതിൽ ഞാൻ ട്രൂലി ഡിസപ്പോയിൻറ്റഡ് ആണ്. ഞാൻ നിങ്ങളത് അയച്ച് കാണിക്കാം. ഇത് നമ്മൾ സ്ക്രൂ ഡ്രൈവർ വണ്ടി വാങ്ങിച്ചപ്പോൾ കിട്ടിയാണ്. അപ്പോൾ കാണാമോ എന്നറിയത്തില്ല, ഇത്രയും കുനിഞ്ഞ് നോക്കുന്നുണ്ട്. ഇപ്പം ഞാൻ നോക്കുന്ന പോലെയാണോ ക്യാമറ പോകുന്നതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. അപ്പോൾ ഇതിങ്ങനെ സ്ക്രൂ ഊരിയിട്ട്, വണ്ടി വാങ്ങുമ്പോൾ ഇത് ഊരിയായിരിക്കും മിക്കപ്പോഴും കിടക്കുന്നത്. നമ്മൾ വേണമെങ്കിൽ കണക്ട് ചെയ്താൽ, ഇത് കണക്ട് ചെയ്തുകൊണ്ട് ഒരു ഉപകാരമില്ല, വണ്ടിയുടെ ബാറ്ററി ചാർജ് കളയുന്നുള്ളൂ. അപ്പോൾ ഇതാണ് ആ സാധനം, ഇതുണ്ടോ ഈ സാധനം. അപ്പോൾ ഇതിലോട്ട് ഇങ്ങനെ കണക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഞാനത് വണ്ടി വാങ്ങിയപ്പോൾ ഇത് കണക്റ്റഡ് ഒന്നും അല്ലായിരുന്നു. അപ്പോൾ ഞാനിത് കണക്ട് ചെയ്തതാണ്, ഞാൻ തന്നെ കണക്ട് ചെയ്തിട്ട് ഞാൻ തന്നെയാണ് ഇത് പെയറിങ്ങും പരിപാടിയൊക്കെ നടത്തിയത്. ഇവിടെ ഒരു QR കോഡുണ്ട്, അത് സ്കാൻ ചെയ്തിട്ട് യമഹയുടെ ഒരു ആപ്പുണ്ട്, എക്സ് കണക്റ്റോ വൈ കണക്റ്റോ, ഞാനത് കാണിച്ചു തരാം. അപ്പോൾ ആപ്പ് ത്രൂ ആണ് ഈ വണ്ടിയുടെ പരിപാടികൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് കണക്ട് ചെയ്യുക, കീ ഓണാക്കി വെക്കുക, എന്നിട്ട് നമ്മുടെ ആപ്പിൽ ഓണാക്കുക. അപ്പം ബ്ലൂടൂത്ത് വഴി കയറി പിടിച്ചോളും. വണ്ടിയുടെ നമ്പറും കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുത്തിട്ട് നമുക്ക് എന്താ പറയുക, ഈ സാധനം കണക്റ്റ് ആക്കാൻ പറ്റും. അപ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ ഫ്യൂൽ ലിഡ് വരുന്നത്. E20 കേപ്പബിളാണ്. ഇതുണ്ടോ, ഇങ്ങനെ പഴയ സെറ്റപ്പ് തന്നെ പിരിച്ചു വിടണം. 5.2 ലിറ്റർ ഒന്നുകൂടെ പറഞ്ഞേക്കാം. അപ്പോൾ ഇത് അടയ്ക്കാം. ഞാൻ ആപ്പ് കാണിക്കാം. ഇനിയിപ്പം ക്ലോസ് ചെയ്യാൻ വലിയൊന്നുമില്ല. പിന്നെ ഇവിടെ 2 ഹെൽമെറ്റ് തൂക്കിയിടാനുള്ള 2 ആ ഒരു കാലി പോലെ സംഭവം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഹെൽമെറ്റൊന്നും ആരും കട്ടുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടി. പിന്നെ ഇവിടെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്, അതെന്തിനാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഞാനത് ആരോടും ചോദിക്കാനും പോയില്ല, എനിക്കതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടായിട്ടില്ല. രാവിലെ ഞാനൊന്ന് ഊരിയെടുത്തു, അതിനത് അതുപോലെ തന്നെ അവിടെ തിരിച്ചു വെച്ചിട്ടുണ്ട്. എന്തോ ഒരു ക്ലിപ്പ് പോലെ, എനിക്കൊന്നും എല്ലാം തൂക്കിയിടാനോ ആർക്കറിയാം. അപ്പോൾ എനിക്കതൊന്നും ആവശ്യമില്ലാത്തൊരു സാധനമാണ്. അപ്പോൾ ഇത് അടച്ചു. ഇനി ഞാൻ എൻ്റെ ഫോണിൽ നിങ്ങളെ ആ വൈ കണക്റ്റ് ആപ്പ് ഒന്ന് കാണിച്ചു തരാം, എന്താണ് അതിൻ്റെ ഒരു സംഭവം ഒന്ന്. യെസ്, യമഹ. ഇതാണ് നമ്മുടെ യമഹ വൈ കണക്റ്റ് ആപ്പ്. നിങ്ങൾക്ക് കാണാമോ എന്നെനിക്കറിയാൻ പാടില്ല, എന്നാലും കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ അത് കണ്ടോ, എൻ്റെ വണ്ടിയുടെ പടമൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഫസിനോ എന്ന് കാണിക്കുന്നത്, ഡിസ്കണക്റ്റഡ് എന്നാണ് കാണിക്കുന്നത്. കീ ഓണാക്കാം, കണക്റ്റ് ആകുമോ നോക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് റൈഡ് ലോഗ്, വണ്ടി എന്തേരം കിലോമീറ്റർ ഓടി, ഇപ്പോൾ കണക്റ്റഡ് എന്ന് കാണിക്കുന്നു കേട്ടോ. വണ്ടിയുടെ ടോട്ടൽ കിലോമീറ്റർ കാണിക്കുന്നത് 2130, അത് കറക്റ്റാണ്.
എൻജിൻ ഓയിലിൻ്റെ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്, അപ്ഡേറ്റ് എന്തൊക്കെയോ വരുന്നുണ്ട്. പിന്നെ ഇതെന്താണ് മൈലേജും കാര്യങ്ങളൊക്കെ എത്ര കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ ലൊക്കേഷൻ, ഇതിപ്പോൾ ഞാൻ നിൽക്കുന്ന ലൊക്കേഷൻ ഈ ഫോണിൻ്റെ ലൊക്കേഷൻ തന്നെയാണ് കാണിക്കുന്നത്. പിന്നെ ലാസ്റ്റ് പാർക്കിഡ് എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട്. വണ്ടി എവിടെയാണ്, വണ്ടിയുടെ ബാറ്ററി വോൾട്ടേജ് 12.9. പിന്നെ വണ്ടി ഇതെന്താണ്, എനിക്ക് സത്യം പറയാമല്ലോ, എനിക്ക് സംഭവമേ മനസ്സിലായിട്ടില്ല. എനിക്കിതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടായിട്ടില്ല. എനിക്ക് ബ്ലൂടൂത്ത് പരിപാടി ഒട്ടും താല്പര്യമില്ലാത്തതാണ്. പിന്നെ ലാസ്റ്റ് പാർക്കിഡ്, അത് എനിക്ക് തോന്നുന്നു ഞാൻ പണ്ടങ്ങാണ്ട് എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞ ആഴ്ച എങ്ങാണ്ട് ഒന്ന് വെച്ചായിരുന്നു. ഇപ്പോഴും ഈ വണ്ടി അവിടെ ഇരിക്കുന്നുണ്ടെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ആപ്പുണ്ട്, ഇത് എത്ര ശോകമാണ്. ഈ യമഹയുടെ ഈ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയിൽ ഞാൻ ഒട്ടും സംതൃപ്തനല്ല. ഇത് ഒരു ഉപകാരമുള്ള കാര്യമല്ല. ഈ വണ്ടി ഓൺ ആക്കുമ്പോൾ കണ്ടു ഇവിടെ ആപ്പ്, ഈ ഫോണിൻ്റെ ബാറ്ററി എന്തെങ്കിലും ഉണ്ട്, പിന്നെ ഇവിടെ കോളും മെസ്സേജൊക്കെ വരുമെന്ന് കാണിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ഫോണിൽ ഒരു കോളോ മെസ്സേജോ വന്നിട്ട് ഇന്ന് വരെ ഇതിലൊരു നോട്ടിഫിക്കേഷൻ ഞാൻ കണ്ടിട്ടില്ല. ഈ സാധനമൊക്കെ ഞാൻ വണ്ടി എടുത്തപ്പോഴേ കണക്റ്റാക്കി വെച്ചാണ്. ഞാനത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഇപ്പോഴും കണക്ട് ചെയ്തിട്ടേക്കുന്നത്. ഞാൻ 2 ദിവസത്തിനുള്ളിൽ തന്നെ അത് ഊരിക്കളയും. കാരണം വെറുതെ വണ്ടിയുടെ ചാർജ് കളയാന്നുള്ളൂ. പിന്നെ ഇതുകൊണ്ട് ഒരു ഉപകാരമില്ല. ഈ വണ്ടിയുടെ കിലോമീറ്ററും വണ്ടി എന്തേലും ഓടിയെന്നൊക്കെ ഈ ഫോൺ എടുത്ത് നോക്കേണ്ട ഒരാവശ്യമില്ല, അത് ആ വണ്ടിയെ തന്നെ കാണാം. പിന്നെ ഈ കോള് വരുന്ന സാധനമൊന്നും ഇതുവരെ അതിൽ വന്നിട്ടുമില്ല. ഈ ആപ്പ് കണക്ട് ചെയ്യാൻ തന്നെ കാട്ടുവള്ളിയായിരുന്നു. അതിൻ്റെ ആ QR കോഡ് കണ്ടില്ല, കുഞ്ഞിതാ, അതിങ്ങനെ മറ്റേ ഭൂതക്കണ്ണാടി വെച്ച് നോക്കുന്ന പോലെ ഇരുന്ന് സൂം ചെയ്തൊക്കെയാണ് ഒരു തരത്തിലത് കണക്റ്റാക്കി എടുത്തത്. അപ്പോൾ എനിക്കതിനോട് താല്പര്യമില്ല. അത് ഈ വണ്ടിയിലെ ഒരു വലിയൊരു എന്നാൽ യമഹയുടെ ഭാഗത്ത് നോക്കുമ്പോൾ ഇത്രയും വലിയൊരു ബ്രാൻഡ് കുറച്ചുകൂടെ നല്ല കണക്ടിവിറ്റി ഫീച്ചറൊക്കെ കൊടുക്കായിരുന്നു. ഇതൊരു തട്ടിക്കൂട്ട് സെറ്റപ്പായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇനി എന്താ പറയുക, ബാക്കിൽ സസ്പെൻഷനിലേക്ക് പോകുകയാണെങ്കിലും അത്യാവശ്യം നല്ല ഒരു സസ്പെൻഷനാണ് ബാക്കിൽ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. കാരണം വേറൊന്നുമല്ല, ഞാൻ ഈ വണ്ടി പല ടെറൈനിൽ കൂടെ ഓടിച്ചു. അപ്പോൾ ഈ നടുവിനടിയോ ചന്തിക്കടിയോ ഇങ്ങനെ നടുവ് പോകുന്നു. എനിക്ക് മറ്റേ പ്ലാറ്റിനെ പോയിട്ട് നല്ല നടുവിന് വേദനയായിരുന്നു. പക്ഷേ എനിക്ക് ഇതേ പോയിട്ട് ഒരു പ്രശ്നമില്ല, ഭയങ്കര സ്മൂത്തായിട്ട് പോകാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സസ്പെൻഷനാണ് കേട്ടോ ഇതിൻ്റെ ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. അഡ്ജസ്റ്റബിൾ ഒന്നുമല്ല, അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സംഭവം അവിടെ കണ്ടിട്ടില്ല. പിന്നെ ഒരു 130 mm ഡ്രം ബ്രേക്കാണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ എഞ്ചിൻ്റെ സൈഡിലായിട്ട് യമഹ എന്നുള്ള ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ വണ്ടീനെ ചുറ്റും നടന്നിങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കാണാനും പറയാനും പറ്റുന്ന കാര്യങ്ങൾ. ഗ്യാസ്, ഞാനിങ്ങോട്ട് വരുന്ന വഴിക്ക് 2 പഴംപൊരിയും ഒരു ചായയും തിന്നു. പണ്ടാരോ അതിപ്പം ഗ്യാസായിട്ട് വായിക്കൂടെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നെ ഈ റിവ്യൂ ഒന്ന് എടുക്കാൻ സമ്മതിക്കൂ പ്ലീസ്, പഴംപൊരി അടങ്ങ്. നമ്മുടെ കാര്യത്തിലോട്ട് കിടക്കാം. അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിലേക്കും വെച്ചിട്ട് ഭയങ്കര ലൈറ്റസ്റ്റ് ആയിട്ടുള്ളൊരു വാഹനമാണ്. ഞാൻ പറഞ്ഞത് ഇതിൻ്റെ പ്ലാസ്റ്റിക് ഒന്നും അത്ര വലിയ മികച്ചാന്നൊന്നും ഞാൻ പറയത്തില്ല, ഈ ബോഡി പാർട്സൊക്കെ. അതുകൊണ്ട് തന്നെ ഈ വണ്ടി 99 കിലോയേ ഉള്ളൂ. ഞാൻ ലേഡീസ് ഹോസ്റ്റലിലൊക്കെ ഫുഡ് കൊടുക്കാൻ വേണ്ടി ഡെലിവറിക്കൊക്കെ പോകുമായിരുന്നു, സൊമാറ്റോ സ്വിഗ്ഗിയൊക്കെ ഓടും. അപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ കണ്ടത് ബസിനോയാണ്. കാരണം എന്ന് വെച്ചാൽ പെണ്ണുങ്ങൾക്കൊക്കെ ഈസി ആയിട്ട് കൊണ്ടുപോകും. ഇത് തള്ളാനും ഉന്തി മാറ്റാനും ഓടിക്കാനൊന്നും ഒരു പാടില്ല. ഒരു സൈക്കിൾ കൊണ്ടുപോകുന്ന പോലെ കൊണ്ടുപോകാം. അത്ര ലൈറ്ററാണ് വണ്ടി, ആർക്കും ഓടിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വണ്ടിയാണ്. വലിയ വെയിറ്റ് ഇല്ലല്ലോ. പിന്നെ ഇത് മറിഞ്ഞു വീണാലും കുഴപ്പമൊന്നുമില്ല, എല്ലാ പാർട്സും പ്ലാസ്റ്റിക് ആയതുകൊണ്ട് മാറി വെക്കാനും വളരെ ചീപ്പാണ്. കാരണം എല്ലാം ഓരോരോ കഷ്ണങ്ങളായതുകൊണ്ട് നമുക്ക് മാറ്റി മാറ്റി വെക്കാൻ പറ്റും. പിന്നെ എനിക്ക് വിഷമം തോന്നിയത് കുറച്ചുകൂടെ പെയിൻ ക്വാളിറ്റി കൊടുക്കുമായിരുന്നെങ്കിൽ, പിന്നെ ആ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഒന്നും മെച്ചപ്പെടുത്തുമായിരുന്നെങ്കിൽ, പിന്നെ ഒരു USB ചാർജിങ് പോർട്ട് കൊടുക്കുമായിരുന്നെങ്കിൽ ഇതൊക്കെ നല്ലതായിരുന്നു. പക്ഷേ നമ്മൾ ഇതൊന്നും അല്ല മെയിനായിട്ടും ആഗ്രഹിക്കുന്ന ഒരു സാധാരണക്കാരൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ നല്ല മൈലേജ് വേണം, ഓടിക്കാൻ സുഖം വേണം. ഞാൻ പറഞ്ഞില്ല, ആ ഒരു 2 കാര്യങ്ങൾ കാരണമാണ് ഞാൻ ഈ ഒരു വണ്ടി എടുത്തത്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ഈ ഒരു വണ്ടി എടുക്കത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഒരുപാട് സ്കൂട്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സാധനം എന്തുകൊണ്ട് ഞാൻ എടുത്തു എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരവാണ് ഈ ഒരു റിവ്യൂ. പിന്നെ ഇതിൻ്റെ ആ ഒരു ഹൈബ്രിഡ് ടെക്നോളജി നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാനൊരു സാധനം കൊണ്ടുവരുമെന്ന് പറഞ്ഞല്ലോ, അത് ഞാൻ ജസ്റ്റ് ഒരു ഡെമോൺസ്ട്രേഷൻ പോലെ നിങ്ങളെ കാണിക്കാം. ഞാൻ എൻ്റെ ബാഗ് വെച്ചിരിക്കുകയാണ്, ഞാൻ ഇപ്പോൾ പുറത്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഐറ്റംസ് നമ്മൾ ബാഗിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സാധനങ്ങൾ. 80 രൂപ മുടക്കായി ഇത്ര സാധനം വാങ്ങിക്കാൻ വേണ്ടി. ഒരു RC കാറിൻ്റെ മോട്ടർ, പിന്നെ ഒരു ബാറ്ററി, പിന്നെ ഒരു LED ബൾബ്, റെഡ് കളറാണ് കേട്ടോ കാണാൻ വേണ്ടി. പിന്നെ ഈ ബാറ്ററി കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു കണക്ടർ. ഓക്കെ, അപ്പോൾ ഞാനിത് കാണിച്ചു തരാം. ഇത് ഉരുണ്ട് പോകണല്ലോ. ഇത് എന്താണെന്ന് വെച്ചാൽ ഈ ഹൈബ്രിഡ് എന്താണെന്ന് പലരും ചോദിക്കുന്നുണ്ട്. ഇത് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു തട്ടിക്കൂട്ട് സെറ്റപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ഞാനത് ഈ ബാറ്ററി ഒന്ന് അഴിക്കട്ടെ. അപ്പോൾ ഈ പറയത്തക്ക വലിയ സംഭവമൊന്നും അല്ല ഈ ഹൈബ്രിഡ് ടെക്നോളജി എന്ന് പറയുന്നത്. മറ്റേ കാറിലെ ഉള്ള പോലത്തെ ഹൈബ്രിഡൊന്നും അല്ല നമ്മുടെ സ്കൂട്ടറിലും ബൈക്കിലൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാനിത് സെറ്റപ്പ് കൊണ്ടുവന്നത്. ഞാനിതൊന്ന് കണക്ട് ചെയ്തോട്ടെ, ബാറ്ററി ഒന്ന് കണക്ട് ചെയ്ത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി. ഈ റിവ്യൂ ചിലപ്പോൾ മണിക്കൂർ നീണ്ടു പോയേക്കാം, എന്നാലും നിങ്ങളിത് ഫുള്ള് കാണണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഇത് കണക്ട് ചെയ്തു. അപ്പോൾ കൂട്ടിമുട്ടിയാനേ. അപ്പം ഇത് നമ്മുടെ മോട്ടർ. ഓക്കെ, ഇതാണ് മോട്ടർ. അപ്പോൾ ഈ ഒരു മോട്ടറിലോട്ട് നമ്മളൊരു LED ബൾബ് വെക്കുകയാണ്. LED ബൾബ് ഒന്ന് കണക്റ്റ് ആയിക്കോട്ടെ. ഇങ്ങോട്ട് ആളുകൾ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ LED ബൾബ് കണക്റ്റ് ആക്കിയിരിക്കുകയാണ്. കണ്ടോ, നമ്മുടെ മോട്ടറിൽ ഞാനൊരു LED കൊടുത്തു. അപ്പോൾ
ഇത് ഞാനൊന്ന് ചുമ്മാ എൻ്റെ കൈ കൊണ്ട് കറക്കുവാണേ, കാണാൻ പറ്റുമോയെന്ന് അറിയത്തില്ല. ഇത് തെളിയുന്നുണ്ട്, പക്ഷേ ഈ പകലായതുകൊണ്ട് എത്രത്തോളം ഓക്കെ ആവുമെന്ന് എനിക്കറിയത്തില്ല. ബട്ട് തെളിയുന്ന കാണാൻ പറ്റുമോയെന്ന് എനിക്കറിയത്തില്ല. ഇത് ഇപ്പം മോട്ടറാണ്. ഇതിൽ ഞാനിങ്ങനെ കണ്ടോ ഈ LED വെച്ചിട്ട് ഇങ്ങനെ തിരിക്കുമ്പോഴത്തേക്കും ഈ LED തെളിയുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ഈ വെട്ടത്തിൽ എത്രത്തോളം നന്നായിട്ട് കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇങ്ങനെ തിരിക്കുമ്പോൾ ഈ ലൈറ്റ് തെളിക്കുമ്പോൾ ഇത് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ജനറേറ്ററായിട്ട്. അതായത് ഇപ്പം ഞാൻ ഇങ്ങനെ നിൽക്കാം, ഇതാണ് നമ്മുടെ ബൈക്കിൻ്റെ എൻജിൻ. നമ്മൾ ഫ്രണ്ടിലോട്ടാണല്ലോ പോകുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ എൻജിൻ ബൈക്കാണെന്ന് കരുതുക. ബൈക്കിൻ്റെ എൻജിൻ നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ റൈറ്റ് സൈഡിൽ നമ്മുടെ ബ്രേക്ക്, ലെഫ്റ്റ് സൈഡിൽ ഗിയർ മാറുന്ന സ്ഥലം. ഇപ്പോൾ റൈറ്റ് സൈഡിലാണ് നമ്മുടെ ക്ലച്ച് കേബിളൊക്കെ ഒന്ന് കണക്ട് ചെയ്യുന്ന ക്ലച്ച് ബേസ് എന്നൊക്കെ പറഞ്ഞ സംഭവം വരുന്നത്. ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ കോയിൽ വരുന്നത്. ഇത് ആ വണ്ടിയുടെ കോയിലാണെന്ന് കരുതുക, നോർമൽ ഉള്ള ബൈക്കിൻ്റെ. ഓക്കെ, ഇതിൻ്റെ നടുക്കാണ് മറ്റേ ക്രാങ്ക് ഷാഫ്റ്റും സംഭവം പിസ്റ്റണും സംഭവങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കാലമുള്ള ബൈക്കുകളുടെ കാര്യം പറയുകയാണെങ്കിൽ എൻജിൻ കറങ്ങുന്ന കൂട്ടത്തിൽ ഇതിങ്ങനെ കറങ്ങുന്നു, ഈ കോയിൽ കറങ്ങുന്നു. ഈ കോയിലേന്ന് ഇതുപോലെ കറണ്ട് ഇങ്ങോട്ട് വന്ന് വണ്ടിയുടെ ബാറ്ററി ചാർജ് ആകുന്നു. അതേ മെക്കാനിസമാണ് ഞാൻ സിമ്പിളായിട്ട് കാണിച്ചത്. കാരണം ഇതിൻ്റെ അറ്റത്ത് LED കൊടുത്തിട്ട് ഇത് പിടിച്ചൊരു പിരിച്ചപ്പോഴത്തേക്കും ഇതൊരു ജനറേറ്ററായിട്ട് വർക്ക് ചെയ്തു, ഇത് തെളിഞ്ഞു. അതിനെയാണ് SMG എന്ന് പറയുന്നത്, സ്മാർട്ട് മോട്ടോർ ജനറേറ്റർ എന്ന് പറയുന്നത്. അത് മോട്ടറായിട്ടും ജനറേറ്ററായിട്ടും വർക്ക് ചെയ്യും. ഇനി ഇതിപ്പോൾ മോട്ടറായിട്ട് വർക്ക് ചെയ്യാൻ വേറെ പരിപാടിയൊന്നുമില്ല, വളരെ സിമ്പിൾ. ഇത് കണ്ടോ, ഈ 2 ബാറ്ററിയുടെ അറ്റത്തുനിന്ന് ഈ കണക്ഷൻ ഇങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിപ്പോൾ മോട്ടറായിട്ട് വർക്ക് ചെയ്യും. കണ്ടോ, ഇത് കറങ്ങുന്ന കേട്ടോ, ഇതിപ്പോൾ കറങ്ങുന്നുണ്ട്. ഇതിലോട്ട് കറണ്ട് കൊടുത്തപ്പോൾ ഇത് കറങ്ങി. ഇതാണ് ഈ ഒരു ഹൈബ്രിഡ് വണ്ടിയിൽ സംഭവിക്കുന്നത്. ഇതിൻ്റെ ഈ SMG എന്ന് പറയുന്ന സ്മാർട്ട് മോട്ടോർ ജനറേറ്ററിലോട്ട് ഈ വണ്ടിയുടെ ബാറ്ററിയിൽ നിന്ന് ഇതുപോലെ കറണ്ട് കൊടുക്കുമ്പോഴത്തേക്കും ഇത് കറങ്ങും. അതായത് വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് മൂവ് ചെയ്യുന്ന ഒരു സമയമുണ്ടല്ലോ, ഒരു ഇനീഷ്യൽ ടോർക്ക് വേണ്ട സമയം, ഒരുപാട് എനർജി വേണ്ട സമയം. അപ്പം ഇതുപോലെ ബാറ്ററിയിൽ നിന്നും കറണ്ട് എടുത്ത് ഈ മോട്ടറും കൂടെ എൻജിൻ്റെ കൂടെ ഒന്ന് കറങ്ങി കൊടുക്കുമ്പോൾ ഒരു ടോർക്ക് സപ്പോർട്ട് ലഭിക്കും. വണ്ടിക്ക് മുന്നോട്ട് പോകാൻ ഞാൻ പറഞ്ഞില്ല, ഈ വണ്ടി ഇപ്പോൾ ഞാൻ തന്നെ തള്ളുമ്പോൾ പാടാണെങ്കിൽ ഒരാളും കൂടെ എൻ്റെ കൂടെ തള്ളാൻ വരുമ്പോഴത്തേക്കും ഇച്ചിരി ഈസി ആവുമല്ലോ എന്ന് പറഞ്ഞാൽ ഈ മോട്ടർ കറങ്ങിയിട്ട് ഒരു സപ്പോർട്ടും കൂടെ കൊടുക്കുന്നു. അതാണ് ഹൈബ്രിഡ്. അത് ഇനീഷ്യലി ഉള്ളൂ. ഇത് വണ്ടിയുടെ ഓട്ടത്തിലൊന്നും ഇത് വർക്കാവില്ല. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മൂവ് ചെയ്യുന്ന സമയത്ത് നിന്നിട്ട് എടുക്കുന്നത്, അതായത് നമ്മൾ ഫസ്റ്റേലിട്ട് എടുക്കുക എന്നൊക്കെ പറയില്ലേ, ഇപ്പോൾ കയറ്റമൊക്കെ കയറാൻ വേണ്ടി നിന്നിട്ട് കയറാം. അല്ലാണ്ട് വണ്ടി ഓടുന്നതിൻ്റെ ഇടയ്ക്കൊന്നും ഇത് ഓണാകത്തില്ല. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മൂവ് ചെയ്യുന്ന 1-2 സെക്കൻഡ് 3 സെക്കൻഡ് നേരത്തേക്കൊക്കെ ഉള്ളൂ. അത് കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ ജനറേറ്ററായിട്ട് വർക്ക് ചെയ്യും. ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ കണ്ടില്ലേ, ഇതിൽ ഞാനിപ്പോൾ LED കൊടുത്തിട്ട് തെളിച്ച് കണ്ടില്ലേ. അപ്പോൾ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഇതിൽ നിന്ന് കറണ്ട് ഇങ്ങോട്ട് വരും, അതുകൊണ്ട് ബാറ്ററി ചാർജ് ആവും. ഇതാണ് സ്മാർട്ട് മോട്ടോർ ജനറേറ്റർ അഥവാ SMG അഥവാ ഹൈബ്രിഡ് ടെക്നോളജി എന്ന് യമഹയൊക്കെ പറയുന്ന ഒരു സംവിധാനം. ഇത്ര സിമ്പിളാണ്. ഇത് സാധാരണ ആൾക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ കാണിച്ചു തന്നത്. ഇതിലും സിമ്പിളായിട്ട് പറഞ്ഞു തരാൻ എനിക്കറിയാൻ പാടില്ല. ഇനി കൂടുതൽ ഡൗട്ട് ഉണ്ടെങ്കിൽ വല്ല പണ്ഡിതന്മാരോടും ചോദിച്ച് മനസ്സിലാക്കിക്കോ. കാരണം ഇനി ഇതെനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. ഇതിനു വേണ്ടി മാത്രം വാങ്ങിച്ചാണ്. ഇനി വീട്ടിൽ ഇരുന്ന് ചുമ്മാ കറക്കി കളിക്കാം, അതിനിത് കൊള്ളത്തുള്ളൂ. അപ്പോൾ അതാണ് യമഹ ഈ ഹൈബ്രിഡ് ടെക്നോളജി എന്ന് പറയുന്ന സംഭവം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണ് ഈ സാമാനത്തിന് മികച്ച മൈലേജ് കിട്ടുന്നത്. 60-65 കിട്ടുന്നവരുണ്ട്. നമ്മുടെ സിറ്റിയിൽ ഒരു 70 മൈലേജ് കിട്ടുന്ന ഫസിനോ ഉണ്ട്. അതൊക്കെ കണ്ടിട്ടാണ് ഞാനിത് വാങ്ങിയത്. എനിക്ക് 60 വരെ കിട്ടിയിട്ടുണ്ട്. ഫ്യൂച്ചറിൽ എത്ര കിട്ടുമെന്ന് നോക്കാം. നമുക്ക് എന്താണെങ്കിലും നമ്മുടെ കയ്യിലുണ്ടല്ലോ, നമുക്കിതൊരു റിയൽ വേൾഡ് ടെസ്റ്റൊക്കെ നടത്തി നോക്കാം. നമ്മുടെ എഞ്ചിനെ പറ്റി പറയുകയാണെങ്കിൽ 6 കിലോവാട്ടാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പവർ. അതായത് 8.2 PS 6500 RPM-ലും അതുപോലെ 10.3 ന്യൂട്ടൺ മീറ്റർ ടോർക്ക് 5000 RPM-ലും. അപ്പോൾ അത്യാവശ്യം നല്ല ടോർക്കി ആയിട്ടുള്ള വാഹനമാണ്. ഇനീഷ്യൽ ടോർക്കൊക്കെ ഉണ്ട്. 2 പേരെ വെച്ചുകൊണ്ട് കയറ്റമൊക്കെ നല്ല തുമ്പി തുള്ളുന്ന പോലെ കയറും. ഞാൻ കയറി നോക്കിയായിരുന്നു. അപ്പം നല്ല ഇനീഷ്യൽ പുള്ളിങ് ഒക്കെ ഉണ്ട്. പിന്നെ നല്ല സ്മൂത്താണ് വണ്ടി, നല്ല ഓടി കയറും. ഒരു 80-85+ ഞാൻ ഓടിച്ച് കയറ്റി. ഞാനിപ്പം റൈഡിന് പോവാണ്. അപ്പോൾ ഓടിക്കുന്ന വഴിക്ക് ഞാൻ കുറച്ചുകൂടെ കാണിച്ചു തരാം, വണ്ടി ഓടിച്ചും കൂടെ. അപ്പോൾ ജസ്റ്റ് ഇവിടെ വെച്ചത് ഈ SMG പരിപാടിയും ഹൈബ്രിഡ് ടെക്നോളജിയും അതൊക്കെ, പിന്നെ ബ്ലൂടൂത്തും ഇതിൻ്റെ വണ്ടിയുടെ ചുറ്റും നടന്നൊക്കെ ഒന്ന് കാണിക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വണ്ടിയുടെ മീറ്ററിനെ പറ്റി പറഞ്ഞു. വണ്ടിക്ക് സ്പെക്കെന്ന് പറയാൻ വലിയ സ്പെക്കൊന്നുമില്ല. സീറ്റ് തുറക്കുന്ന കണ്ടില്ലേ, ഈ കീ ലെഫ്റ്റോട്ട് തിരിച്ചാൽ മതി, വേറെ ഒന്നുമില്ല. ഈ വണ്ടി ഇപ്പം കീ ഓണാണ്, സ്റ്റാർട്ടല്ല. കീ ഓണായിട്ട് ഇരിക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഹെഡ്ലൈറ്റ് തെളിയത്തില്ല. കണ്ടോ, ഇത് ഓഫാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മുടെ ഹെഡ്ലൈറ്റ് ഓണാക്കുന്ന ഇതിലോട്ടിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ വെട്ടം ഡിമ്മാവും. അത് ഓഫാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചൊരു DRLൻ്റെ വെട്ടം തെളിയും, അല്ലാണ്ട് ഹെഡ്ലൈറ്റ് തെളിയത്തില്ല. പക്ഷേ ഹെഡ്ലൈറ്റ് തെളിയും. എങ്ങനെയാണെന്നറിയോ, നമ്മൾ ഈ ഓട്ടോ സ്റ്റോപ്പ് ഇട്ടിട്ട് വണ്ടി ഓടി വന്നിട്ട് തന്നെ നിൽക്കുവാണെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് എനിക്കറിയത്തില്ല. അതായത് ഇപ്പോൾ കീ ഓണാക്കി വെച്ചിട്ട് നമ്മൾ ഹെഡ്ലൈറ്റ് തെളിക്കാൻ നോക്കിയാൽ നോർമൽ കണ്ടീഷനിൽ തെളിയത്തില്ല. പക്ഷേ വണ്ടി നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ റണ്ണിങ്ങിൽ വന്നിട്ട് ഈ ഓട്ടോ സ്റ്റോപ്പിൽ വണ്ടി നിൽക്കുവാണ്, വണ്ടി ഓഫായിട്ട് ഇങ്ങനെ നിൽക്കുവാണെങ്കിൽ, വണ്ടി എഞ്ചിൻ ഓഫായെന്ന് വെച്ചോ, അന്നേരം ഈ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റ് തെളിയും.
അപ്പോൾ ഞാനത് ആദ്യം ഓർത്ത് വല്ല കംപ്ലൈൻ്റ് ആയിരിക്കുമെന്ന്. പക്ഷേ അന്നേരം ഷോറൂമിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് എൻജിൻ ഓഫ് ആവുന്നേ ഉള്ളൂ, ഇതിൻ്റെ ബാക്കി പവറും കാര്യങ്ങളൊന്നും കട്ടാകുന്നില്ല, അതുകൊണ്ടാണ് അത് അങ്ങനെ തെളിയുന്നതെന്നാണ് പറഞ്ഞത്. വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല, ഞാനത് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇവനെ റൈഡാം. ഇതുവരെ റൈഡിയാണ് വന്നത്, ഇനി നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരു റൈഡും കൂടെ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് റൈഡാം. അപ്പോൾ നോക്കിയേ, ആകാശത്തോട് നോക്കി, ആ ഗോൾഡൻ ലൈറ്റൊക്കെ ഇങ്ങനെ മേഘത്തിൽ ഇങ്ങനെ തട്ടി, മഴ മൂടിലുള്ളതുകൊണ്ടാണ്, പക്ഷെ അല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് കൂടെ ലൈറ്റ് ഇങ്ങനെ വരും, നല്ല ഭംഗിയായിരിക്കും കാണാൻ. അപ്പോൾ ഇതിൻ്റെ എൻജിൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയർ കൂൾഡ് ആയിട്ടുള്ള 4 സ്ട്രോക്ക് 2 വാൽവ് SOHC എൻജിനാണ് കേട്ടോ. യമഹയുടെ നല്ല റിഫൈൻഡ് ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള എൻജിനാണ്. ഈ SMG ഉള്ളതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് ഒരു സ്റ്റാർട്ടിങ് മോട്ടർ ഇല്ലാത്തതുകൊണ്ട് തന്നെ ജസ്റ്റ് 1 ടച്ച് വണ്ടി സ്റ്റാർട്ടാകും. ബ്രേക്ക് പിടിക്കുക, കണ്ടോ സ്റ്റാർട്ടാകും. ഭയങ്കര സൈലൻസ് സ്റ്റാർട്ടാണ്. ആ മോട്ടർ തന്നെ കറങ്ങിയിട്ട് അതിങ്ങനെ ഒരുപാട് ഹൈബ്രിഡ് സ്മാർട്ട് മോട്ടോർ ജനറേറ്റർ എന്നൊക്കെ പറഞ്ഞ് കൺഫ്യൂഷൻ ആകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ മറ്റേ ബാറ്ററി LED ഒക്കെ വെച്ച് കാണിച്ചത്. ഇത് അതിലും വലിയ കൺഫ്യൂഷൻ ആകുമെന്ന് എനിക്കിപ്പോൾ കൺഫ്യൂഷൻ ആയിട്ടുണ്ട്. നമുക്കിനി കൈ കൊടുക്കാം. ഇതുണ്ടോ, ഇതെന്താണ് ഒരു മിസ്സിങ് പോലെ? കുഴപ്പമില്ല. ഇതെന്ത് പറ്റി? ഇത്ര നേരം തണുപ്പടിച്ചിരുന്നിട്ടാന്ന് തോന്നുന്നു. നല്ല തണുപ്പാണ്. ഹൈ റേഞ്ച് സ്ഥലമാണല്ലോ, അങ്ങോട്ട് വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് ഏത് വണ്ടിക്കും ഒരു വലിമുട്ടലൊക്കെ ഉണ്ടാവും. കാരണം ഇവിടുത്തെ പ്രഷറിന് വ്യത്യാസമുണ്ട് എയറിലെ. ഇനി ഇവിടുന്ന് ഇറങ്ങിപ്പോണമല്ലോ, ഇങ്ങോട്ട് കയറി വരാൻ വലിയ പാടില്ലായിരുന്നു. എന്തായാലും നമുക്ക് ഇതിൽ ഒരു റൗണ്ട് അടിച്ചിട്ട് പോവാം, ആശ തീർക്കാം. നല്ല സ്ഥലം, അങ്ങേറ്റം വരെ പോയിട്ട് വരാം. സസ്പെൻഷൻ കണ്ടോ, അങ്ങനെ കുത്തിപ്പൊങ്ങി അങ്ങനെ പോകുന്നല്ലോ. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള സസ്പെൻഷനാണ്. സസ്പെൻഷൻ കണ്ടോ എന്ന് പറയുന്നത് എന്താണ്? ഒറ്റ മൈനയാണോ അത്? മൈനയാണത്. 2 മൈനയായിട്ട് ഒറ്റ മൈനെ കണ്ട സീനാണെന്നാണ് പറയുന്നത്. അപ്പോൾ 2 തവണ അതിനെ കാണുവാണെങ്കിൽ പ്രശ്നമില്ലെന്ന് തോന്നുന്നു. ഒന്നുകൂടെ കണ്ട്, അപ്പോൾ 2 മൈനയായി. എന്താ ബ്യൂട്ടി എന്ന് നോക്കിയാൽ അവിടെ ഒരു കുഞ്ഞ് വീടൊക്കെ ഉണ്ട്. ആ സൈഡിലോട്ട് ഉപ്പുതറ സൈഡാണ് കേട്ടോ. അവിടെ ആ ഗോൾഡൻ ലൈറ്റ് അടിച്ചു തുടങ്ങി. നമുക്ക് പറ്റുവാണെങ്കിൽ ഉപ്പുതറയ്ക്കും കൂടെ പോകാം. തേയിലത്തോട്ടത്തിൻ്റെ നടുക്കോട് യാത്ര. എനിക്കറിയാൻ പാടില്ല, എനിക്ക് ഉറപ്പൊന്ന് 4:45 സമയമുണ്ട് കേട്ടോ. 4:50 നോക്കാം. പറ്റുവാണെങ്കിൽ കുറച്ച് ദൂരം കൂടെ ഉണ്ട് ഇവിടുന്ന്. തുള്ളിച്ചാടി പോകുന്നുണ്ട്. ഇക്കോ എന്നുള്ള ലൈറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരു 60 വരെയൊക്കെ ഇക്കോയാണ് കേട്ടോ ഈ വണ്ടിക്ക്. 60-ന് മേലെ പോവുകയാണെങ്കിലാണ് ഇക്കോ അല്ലാത്തത്. അപ്പോൾ ഇക്കോയിൽ പോവുകയാണെങ്കിൽ മൈലേജ് കിട്ടുന്നതാണ് പറഞ്ഞത്. ഞാൻ ഇക്കോയിലൊക്കെ ഓടിച്ചപ്പോഴാണ് നല്ല മൈലേജ് കിട്ടുക. ഇതുണ്ട്, ബ്രേക്കിംഗ് ഒക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല ബ്രേക്കിംഗ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈറ്റ് കുറച്ചുകൂടെ ലോ ആയി, മഴ മൂടൽ കാരണമാണ്. കുറച്ച് കഴിയുമ്പോൾ തെളിഞ്ഞ് വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വന്ന വഴി ഇത് തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ബ്രേക്കൊക്കെ അത്യാവശ്യം നല്ല ബ്രേക്ക് ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, തന്നെ പോകുമ്പോൾ പിടിക്കുമ്പോൾ നിൽക്കുന്ന പോലെ അല്ല, 2 പേര് പോകുമ്പോൾ അന്നേരം ഇച്ചിരി നോക്കി കണ്ടും പിടിക്കണം. തന്നെ പോകുമ്പോൾ നമുക്കൊരു ഐഡിയ ഉണ്ടല്ലോ അവിടെ നിൽക്കുന്നു. എൻ്റെ പുറകെ കഴിഞ്ഞ നല്ല വെയിറ്റുള്ളൊരു കൂട്ടാനുണ്ട്. അപ്പോൾ ഞാൻ എന്നും പോകുന്ന രീതിക്ക് പോയിട്ട് അവനെയും കൊണ്ട് പോയിട്ട് ഒരു പിടുത്തം പിടിച്ചിട്ട് വണ്ടി അങ്ങ് പോയി. ഞങ്ങളൊരു ബലേനോടെ ഒരു ജീപ്പിൻ്റെ ഇടയ്ക്ക് ഇരിക്കേണ്ടായിരുന്നു. അവൻ എന്നെ ഒരു തെറി വിളിച്ചു. നല്ലൊരു തെറിയായിരുന്നു. ആരും അതിലെ ഡ്യൂക്കെ പോകുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ SMG ഹൈബ്രിഡ് ടെക്നോളജി സ്റ്റാർട്ട് ചെയ്യുന്ന അല്ല ഓൺ ആകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വണ്ടി ഇങ്ങനെ ഇനീഷ്യൽ എടുക്കുമല്ലോ, ഇങ്ങനെ ഇങ്ങനെ കൈ കൊടുത്ത് എടുക്കുന്ന സമയത്ത്. ഇപ്പോൾ അത് ഓണായില്ല, ചില സമയങ്ങളിലൊക്കെ ഉള്ളൂ. അത് വണ്ടിക്കൊക്കെ തോന്നണം. അപ്പം അത്ര ടോർക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇനീഷ്യലി നല്ല ടോർക്ക് വരുന്ന സമയങ്ങളിലാണ്. അപ്പോൾ ഇപ്പോൾ ഓണാകുന്നില്ല അത്. ഇപ്പം അതിൻ്റെ ആവശ്യമില്ല. ഇപ്പം വണ്ടി പഴം പുഴുങ്ങിയ പോലെ അങ്ങ് എടുത്തത്. അല്ലാണ്ട് നമുക്ക് നല്ല ഒരു ഇനീഷ്യൽ ഒരു എന്താ പറയുക, ഹെൽമെറ്റ് അടച്ചില്ലല്ലോ, കാറ്റടിക്കും. നല്ല ഒരു ക്വിക്കായിട്ട് നല്ല പവർ ഡെലിവറി വേണ്ട സമയം വരുന്നല്ലോ, ആ സമയത്ത് അത് ഓണാകും. ഇപ്പോൾ എവിടെയെങ്കിലും ഒന്ന് നിർത്തി. ഇപ്പോൾ വണ്ടിക്ക് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു വലിമുട്ടൽ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, ഇത് ഈ ഹൈ റേഞ്ച് ആയതുകൊണ്ടാണ്. ഇവിടുന്ന് താഴേക്ക് പോകുമ്പോഴാണ് നമ്മുടെ ഉപ്പുതറ റോഡ് കേട്ടോ. നമുക്ക് ഉപ്പുതറ റോഡിൽ പോവുകയാണെങ്കിൽ ഒരു തേയിലത്തോട്ടം ഉണ്ട്, അതിനുള്ളിലൂടെ പോകണം. എന്താ ഭംഗിയെന്നറിയോ, ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ അതാണ് ബ്യൂട്ടി. വണ്ടി നല്ല സ്റ്റേബിളാണ്. നമ്മൾ പട്ടിക്കെട്ട് ഇടിച്ചപ്പോൾ നമ്മൾ ഓർത്തായിരുന്നു വണ്ടിയുടെ ഫ്രണ്ടൊക്കെ വളഞ്ഞത് കണ്ടോ. വണ്ടി കൈ വിട്ടാലും നല്ല വടി പോലെ പോവും. നല്ല ബോഡി ബാലൻസ് ആണ് വണ്ടിക്ക് കണ്ടോ. ഭയങ്കര ലോ സ്പീഡിലാണ് പോകുന്നത്. അങ്ങനെ വിറയോ പിടപ്പോ ഒന്നുമില്ല കണ്ടോ. 20, 25, 24 കണ്ടോ. വണ്ടി നല്ല സ്റ്റഡി ആയിട്ട് പോകും. അന്ന് പട്ടിക്കെട്ട് ഇടിച്ചിട്ടും വണ്ടി ഇങ്ങനെ നേരെ നിൽക്കുമായിരുന്നു, ഇങ്ങനെ പൊളച്ചിലൊന്നും ഉണ്ടായില്ല. പക്കയായിരുന്നു. പക്ക എന്ന് പറഞ്ഞാൽ പക്ക. വേറെ വണ്ടിയായിരുന്നു ഉറപ്പായിട്ട് ഞാൻ പറഞ്ഞു വിടാൻ. പിന്നെ ഉണ്ടോ, നമുക്ക് നല്ല ഫ്ലിക്കബിളാണ്. എൻ്റെ ഈസി ആയിട്ട് കണ്ടോ, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പൊളച്ച് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. ഭയങ്കര ലൈറ്റാണ് വണ്ടി. നല്ല സുഖമാണ് വണ്ടി ഓടിക്കാൻ. പിന്നെ മൈലേജും ഉണ്ട്. എനിക്ക് വേണ്ട 2 കാര്യം അതായിരുന്നു, നല്ല സുഖവും മൈലേജും. അത് രണ്ടും എനിക്ക് കിട്ടുന്നുണ്ട്. സോ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. നമ്മളിവിടുന്ന് താഴത്തോട്ട് ഇറങ്ങണ്ട. അവിടെ ലൈറ്റ് അടിച്ച് തുടങ്ങി, ഗോൾഡൻ ലൈറ്റ്. നോ, ഈ ഗോൾഡൻ ലൈറ്റ് ഫോട്ടോഗ്രാഫേഴ്സിന് ഭയങ്കര ഇഷ്ടമുള്ള, രാവിലത്തെയും വൈകിട്ടത്തെയും ഈ സമയത്താണ് ഏറ്റവും കൂടുതൽ ഫോട്ടോഗ്രാഫേഴ്സ് ഈ പരിപാടിയൊക്കെ ആയിട്ട് ഇറങ്ങുന്നത്. ഞാനത് 200 രൂപയുടെ പെട്രോൾ അടിച്ചിട്ടുള്ളത് കേട്ടോ. ഓൾറെഡി കുറച്ച് പെട്രോൾ ഉണ്ടായിരുന്നു. എനിക്ക് വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് 20 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ അത്രയും പെട്രോൾ മതി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബ്രേക്കിംഗ് ആണെങ്കിലും കുഴപ്പമില്ല.
എന്താ പറയുക, ഒരു കയറ്റം കയറ്റി കാണിക്കണം എന്നുണ്ട്. അങ്ങോട്ട് പോകുമ്പോൾ കയറ്റമൊക്കെ ഉണ്ട്, ഞാൻ കയറ്റി കാണിക്കാം. ഇതിപ്പോൾ കൈ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, നല്ല ഇനീഷ്യൽ റെസ്പോൺസ് ഉണ്ട്. വേറൊരു സംഭവമുണ്ട്, അത് കാണിച്ചു തരാം. ഇപ്പം നമ്മുടെ ഓട്ടോ സ്റ്റാർട്ട് ഓട്ടോ സ്റ്റോപ്പ് ഓണാണ് കേട്ടോ. ഇപ്പം ഞാൻ വണ്ടി ഇവിടെ നിർത്തുകയാണ്, ബ്ലോക്കാണെന്ന് കരുതുക. അപ്പോൾ നമ്മുടെ ലൈറ്റ് ഇവിടെ തെളിയും, പച്ച ലൈറ്റ്, വണ്ടി തന്നെ ഓഫായി പോവും. ഇത് നമ്മൾ റിവ്യൂ എടുക്കുമ്പോൾ മാത്രമാണ് ഈ ഓട്ടോ സ്റ്റാർട്ട് ഓട്ടോ സ്റ്റോപ്പ് വർക്കാകത്ത്. അല്ലാത്ത കേസിലെല്ലാം ഇത് വർക്കാവും. നമ്മുടെ റിവ്യൂവിനോട് ഇതിനെന്തോ ഒരു വൈരാഗ്യമുണ്ട്, എനിക്കറിയാൻ പാടില്ല. ജസ്റ്റ് സ്വിച്ച് ഒന്ന് ഓഫാക്കിയിട്ട് ഓണാക്കാം. എന്തോ ഒരു പ്രശ്നമുണ്ട്, നമ്മുടെ റിവ്യൂവിൽ മാത്രമേ ഉള്ളൂ. അതിപ്പം വർക്കായില്ല പണ്ടാരം. ഇവിടെ ഒന്ന് നിർത്തി നോക്കട്ടെ ഒന്നുകൂടെ. എനിക്കറിയാൻ പാടില്ല എന്താണ് സംഭവം എന്ന്. ശാപമാണോ? അല്ലാത്തപ്പോൾ ഞാനിത് ഉപയോഗിക്കുന്നുണ്ട്, ഡെയിലി ഉപയോഗിക്കുന്നുണ്ട്, എപ്പോഴും വർക്ക് ചെയ്യും. ഈ ക്യാമറ ഓണാക്കും പണ്ടാരം വർക്കാകുന്നില്ല. ഞാനത് കഴിഞ്ഞ എഫ്സിയുടെ റിവ്യൂവിലും പറഞ്ഞു. കണ്ടോ, ഇതാണ് പ്രശ്നം. ഫുള്ളൊന്ന് ഓഫാക്കാം. എനിക്ക് തോന്നുന്നു അത്രയും നേരം വണ്ടി അവിടെ ഓണായിട്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ തെളിഞ്ഞ കണ്ടോ. ഒന്ന് ജസ്റ്റ് ഓടിച്ചിട്ട് നോക്കാം. വളവയ്ക്കുക, ഇവിടെയൊക്കെ നിർത്തി ശരിയാകത്തില്ല. ഒന്നാകെ വെളിവില്ലാത്ത ആൾക്കാരാണ് വളവി വരുന്നത്. അപ്പോൾ നമ്മൾ പടമാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഈ ഉപ്പുതറയ്ക്ക് പോകാൻ വേണ്ടി മാപ്പിടണമല്ലോ. പണ്ടെങ്ങാണ്ടൊക്കെ പോയതേ ഉള്ളൂ, ഇടയ്ക്കൊക്കെ പോകും, മുക്കും വഴിയൊക്കെ മറന്നുപോയി. ഗൂഗിൾ മാപ്പ് നോക്കി ജീവിക്കാൻ തുടങ്ങിയ പിന്നെ വഴിയൊന്നും അറിയാൻ പാടില്ല. സ്വന്തം വീട്ടിലോട്ട് വരെ മാപ്പിട്ടാണ് പോകുന്നത്. ഈ സൈഡിലൊന്ന് ഇൻഡിക്കേറ്ററൊക്കെ ഇട്ട് ഒന്ന് ഒതുക്കി നിർത്താം. ഇത് ഓട്ടോ സ്റ്റാർട്ട് ഓട്ടോ സ്റ്റോപ്പ് വർക്കാവുന്നത് നോക്കട്ടെ. ഇതൊരു വിക്രാന്തല്ലേ ഇരിക്കുന്നത്. ഓട്ടോ സ്റ്റാർട്ട് ഓട്ടോ സ്റ്റോപ്പ് വർക്കാകടാ. എടാ ഇത് റിവ്യൂ ആണ്, ഇത് ആൾക്കാർ കാണുവാണ്. ഒന്ന് ഓണാകും മോനെ, എന്തുവാടാ ഇത് പണ്ടാരം, ഇത് വർക്കാവുന്നില്ലല്ലോ. എന്തോ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ആപ്പും മറ്റേ സംഭവമൊക്കെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു കോൾ വിളിച്ചാൽ വരുമെന്നാണ് തോന്നുന്നത്. ഇത്രയും ദിവസത്തെ വർക്കിംഗ് ഒന്നും അല്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ല, അതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ല ആ ഫീച്ചർ. കുറച്ച് ദൂരം ഓടണം തോന്നുന്നു. അല്ലാത്ത സമയങ്ങളിലെല്ലാം ഇത് കുണുകുണാന്ന് വർക്കാകുമായിരുന്നു. എന്ത് ചെയ്യില്ല കേട്ടെ, ഞാൻ ആദ്യം മാപ്പിടട്ടെ. ഗൈസ്, നമ്മൾ മാപ്പൊക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് മൂവ് ആയപ്പോൾ നമ്മുടെ ഓട്ടോ സ്റ്റാർട്ട് ഓട്ടോ സ്റ്റോപ്പ് വർക്കായിട്ടുണ്ട്. ഞാൻ ഫോൺ എടുത്തിട്ട് കാണിക്കാം. കണ്ടോ, ഇപ്പോൾ ആ സാധനം ഓണായി, വണ്ടി നിന്നു. അപ്പോൾ സംഭവം ഇത്രേ ഉള്ളൂ. നമ്മുടെ ആക്സിലേറ്റർ ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടോ വണ്ടി ഓടും. അതേസമയം നമുക്കിത് ഓഫാക്കണമെങ്കിൽ ഈ സ്വിച്ച് ഓഫാക്കിയാൽ മതി കേട്ടോ. വണ്ടി നിന്ന് പോകത്തില്ല, വണ്ടി ഇങ്ങനെ ഐഡിയലിൽ തന്നെ നിന്നോളും. ഇത് ഓണാക്കിയാൽ മാത്രം. ഇത് ഓണാകുമ്പോൾ പച്ച ലൈറ്റ് തെളിയും. ഇപ്പോൾ വണ്ടി ഇപ്പോൾ എൻജിൻ കില്ല് പോലെ വേണമെങ്കിൽ ആ സ്വിച്ച് യൂസ് ചെയ്യാം. കണ്ടോ, വണ്ടി ഓഫായി, ഒന്ന് പിരിച്ച് ഓണാവും. ഇതിൻ്റെ അകത്തൊരു അപാകത ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് പിടിക്കേണ്ട എന്നുള്ളതാണ്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ദിവസം ഡെലിവറിക്കൊക്കെ പോയപ്പോൾ ഞാനിങ്ങനെ കഥയും പറഞ്ഞ് നിൽക്കുക. അപ്പോൾ ഞാൻ തന്നെ അറിയാതെ ഇവിടെയാണോ വീട് ഇങ്ങനെ ഇടത്തോട്ട് നോക്കിയിട്ട് അല്ല വലത്തോട്ട് നോക്കിയിട്ട് ഞാൻ എൻ്റെ ഇടത്തെ കൈ ചുമ്മാ എത്തലെന്ന് വെച്ചു. ജസ്റ്റ് കണ്ടോ, കൈ അധികം പിരിക്കുകയൊന്നും വേണ്ട, ചുമ്മാ ഒന്ന് കണ്ടോ ഇതായ സ്റ്റാർട്ടാവും. ഇപ്പോൾ നമ്മളിങ്ങനെ ഓട്ടോ സ്റ്റാർട്ട് ഓട്ടോ സ്റ്റോപ്പ് ഇട്ട് ഓഫായിട്ട് എവിടെയെങ്കിലും ഇങ്ങനെ വഴി വന്ന് നിൽക്കുവാണെന്ന് വെച്ചോ. ഇപ്പോൾ നമ്മുടെ ഏതെങ്കിലും പരിചയക്കാരനോ അല്ലെ ആരെങ്കിലും വന്ന് എന്നാ കൊണ്ട് മച്ചാനെ എന്ന് ചോദിച്ചിട്ട് ഇത്തേ കയറി ഒരു തൊടൽ തൊട്ട് കഴിഞ്ഞാൽ സാധനം സ്റ്റാർട്ടാകും, ഇത് കയ്യിൽ നിന്ന് പോവും. അപ്പോൾ ഒന്നെങ്കിൽ ചാടി ഈ സ്വിച്ച് ഓഫാക്കുക. ഓഫായി കഴിഞ്ഞാൽ വണ്ടി ഓഫായതിന് ശേഷം ഇങ്ങനെ നിന്ന് കഴിയുമ്പോൾ ഈ ഓഫാക്കി കഴിഞ്ഞാൽ പിന്നെ ഇത് വർക്കാവത്തില്ല. പിന്നെ ഈ സ്വിച്ച് ഓണാക്കുക, എന്നിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തന്നെ എടുത്തുകൊണ്ട് പോകും. അതായിരിക്കും നല്ലത്. എനിക്കത് അത്ര സേഫായിട്ട് തോന്നുന്നില്ല, കാരണം അതെനിക്ക് അനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ പറയുന്നത് കേട്ടോ. ഓട്ടോ സ്റ്റാർട്ട് ഓട്ടോ ഇത് കണ്ടോ, ഇത് ഹാൻഡ് ബ്രേക്ക് ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട്. അത് കണ്ടോ, ഇത് ചുമ്മാ എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അത് ഉരുണ്ട് പോകും. ഞാനിപ്പോൾ എൻ്റെ കാലെ താങ്ങിയാണ് നിർത്തിയേക്കുന്നത്. കണ്ടോ, ഇപ്പോൾ എനിക്ക് മൊബൈലിൽ തന്നെ ഞാൻ ഊരി എടുത്തൊന്ന് തിരിച്ച് വെക്കണേ തന്നെ കാലേ ബലം കൊടുത്ത് വേണം നിൽക്കാൻ. കാരണം ഇത് ഹാൻഡ് ബ്രേക്ക് ഇല്ലാത്തതിൻ്റെ ഒരു അപാകതയാണ്. നമുക്ക് പോകാൻ പറ്റുമോ എന്ന് എനിക്കറിയാൻ പാടില്ല. നല്ല ദൂരമുണ്ട്, എന്താണേലും ഒന്ന് പോയി നോക്കാം. സ്റ്റാർട്ടാക്കി. ഇതുണ്ട്, ഇപ്പോൾ അസിസ്റ്റിൻ്റെ ലൈറ്റ് എഴുതുന്നുണ്ട് കയറ്റത്തിൽ. കണ്ടോ അസിസ്റ്റ്, ആ ഇനീഷ്യൽ ടോർക്ക് ഉണ്ട്, ആ മോട്ടറും കൂടെ വരുന്നുണ്ട്, ആ ചാട്ടം കണ്ടോ. ആ ഒരു കയറ്റം, പെട്ടെന്നുള്ള ഒരു കുതിപ്പ്, ആ ഒരു മുന്നോട്ടുള്ള അതിന് ഒരു സപ്പോർട്ട്. ഇപ്പോൾ ഈ കയറ്റത്തെ നിർത്തിയിട്ടൊന്ന് എടുക്കാം. കയറ്റമൊക്കെ നല്ല സ്മൂത്തായിട്ട് കയറും. ഇപ്പോൾ നിർത്തി കണ്ടോ, അസിസ്റ്റ് ഓണായി. കണ്ടോ, ഒരു 2-3 കണ്ടോ, എത്ര നേരം അത് ഓണാകത്തുള്ളൂ. കണ്ടോ, കയറ്റമൊക്കെ നല്ല വലിയുണ്ട്. കണ്ടോ, തുമ്പി തുള്ളുന്ന പോലെ ഈ കയറുക എന്നൊക്കെ പറയല്ലേ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടിയുടെ പരസ്യം നടത്തുന്ന പോലെയാണ്. എൻ്റെ കയ്യിൽ ഈ വണ്ടി ഇരിക്കുന്ന കണ്ടിട്ട് ഒരു 4 പേര് ഈ വണ്ടി സെയിം കളർ ബുക്ക് ചെയ്ത് വാങ്ങി. 2 എണ്ണം ഇപ്പോൾ എൻക്വയറി വന്നിട്ടുണ്ട്. കാരണം ഇത് കാണാൻ നല്ല റേഞ്ചാണ്, നല്ല ലുക്കുണ്ട്. പിന്നെ ഞാൻ എല്ലാവരോടും സത്യസന്ധമായിട്ട് പറഞ്ഞത്, ഇതിന് ഫീച്ചറാണ് നോക്കുന്നതെങ്കിൽ ഇപ്പോൾ നിങ്ങൾ TVS ജുപ്പിറ്ററൊക്കെ നോക്കുവാണെങ്കിൽ ഫ്രണ്ടിൽ ഫ്യൂലിട്ട് വരുന്നു, 2 ഹെൽമെറ്റ് വെക്കാം, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, മറ്റേ കളർഫുൾ ഡിസ്പ്ലേ, ലോകത്തില്ലാത്ത ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട്. ഇതെന്താണ് സംഭവം? 3 പിള്ളേരല്ലേ ഇത്? ടാറ്റാ.
മൈൻഡ് പോലും ചെയ്തില്ല. ബേസിൽ ജോസഫായി പോയല്ലോ. അപ്പോൾ ഒരു 100 ഫീച്ചേഴ്സ് അതിനുണ്ട്. പക്ഷേ ഇത് ഞാനുള്ള പറയും, ഇതിനൊന്നുമില്ല. ഇതിനാകെ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന 2 സാധനമുണ്ട്. മൈലേജും ഉണ്ട്, യാത്രാ സുഖമുണ്ട്. അത് വേണമെങ്കിൽ ഈ വണ്ടി എടുത്തു. പിന്നെ കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റ് വണ്ടി കിട്ടും, ചെറിയ മാസത്തോടെ അടച്ചാൽ മതി. ഇതൊക്കെയാണ് സാധാരണക്കാർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഈ വണ്ടിയിലുണ്ട്. 2 പേര് വെച്ചാണെങ്കിൽ ഈ കയറ്റമൊക്കെ നല്ല സ്മൂത്തായിട്ട് കയറും കേട്ടോ. ഇതിലും വലിയ കുന്നൊക്കെ നമ്മൾ കയറ്റിയായിരുന്നു. ഞങ്ങൾ അമ്മ വീട്ടിൽ പോയപ്പോൾ അറിയാമല്ലോ, ചക്കയും മാങ്ങയും ലോഡൊക്കെ ആയിട്ടാണ് പോയത്. അപ്പോൾ അവിടെ വലിയ കയറ്റമൊക്കെ നല്ല ഇങ്ങനെ 90 ഡിഗ്രി പോലത്തെ കയറ്റമൊക്കെ, അതൊക്കെ വണ്ടി കയറി. അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും സ്മൂത്തായിട്ട് കയറും. ഇത് വഴി ചെറുതായിട്ട് പാളിയോ എന്നൊരു ഡൗട്ടുണ്ട്. വഴി അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. ഏലപ്പാറ ഉപ്പുതറ റോഡുണ്ട്, ആ റോഡാണ് നമുക്ക് പോകേണ്ടത്, അല്ലാണ്ട് ഇതുപോലത്തെ റോഡല്ല. അവിടെയാണ് നമ്മുടെ ഗോൾഡൻ ലൈറ്റൊക്കെ അടിച്ച് വൈബുള്ളത്. ബട്ട് സൂര്യൻ ചേട്ടൻ പോയി കാണും, അതുകൊണ്ട് ഇനി നമുക്ക് ആ വൈബ് കിട്ടുമെന്ന് എനിക്കറിയാൻ പാടില്ല. എന്നാലും നമ്മളൊന്ന് പോയി നോക്കുകയാണ്. നമ്മളൊക്കെ ആദ്യം ഏലപ്പാറയ്ക്ക് പോകും, എന്നിട്ട് അവിടുന്ന് ഉപ്പുതറയ്ക്ക് പോകും. ഓക്കേ ഗൈസ്, നമ്മളൊരു സ്ഥലത്തെത്തിരിക്കുകയാണ്. ഇതാണ് ഏലപ്പാറ ഉപ്പുതറ റോഡ് കേട്ടോ. സൂര്യൻ കണ്ടോ പോയി, നല്ല മഴമേഘം. അവിടെ നിന്നായിരുന്നു ലൈറ്റ് ഇങ്ങനെ അടിക്കുന്നത്. നല്ല ഗോൾഡൻ ലൈറ്റ് ഇങ്ങനെ അടിച്ചിട്ടുണ്ടല്ലോ. ഈ വഴി ഇങ്ങനെ ഈ തേയിലയുടെ ഇലയൊക്കെ ഇങ്ങനെ തിളങ്ങി, എന്താ പറയുക, സ്വർണ്ണം തിളങ്ങുന്ന പോലെ ഭയങ്കര ബ്യൂട്ടി ആയിരുന്നു. ഇതിലൊരു വഴിയുണ്ട് കേട്ടോ, ഇതിലിങ്ങനെ നടന്നു പോയി നോക്കാം. എനിക്കൊരു ട്രാവൽ വ്ളോഗ് ചാനലല്ല, ഈ പരിപാടിയിൽ ട്രാവൽ വ്ളോഗ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യത്തില്ല, അതുകൊണ്ടാണ് എനിക്ക് ട്രാവൽ ചെയ്യാൻ ആഗ്രഹമുണ്ട്. എനിക്കിതിന് വലിയ ലിങ്കും ഒന്നും കിട്ടുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ പണിക്ക് പോയാലേ എൻ്റെ പരിപാടി നടക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യുകയായിരുന്നെങ്കിൽ ഞാനൊരു ട്രാവൽ പരിപാടിയും കൂടെ ഇറക്കിയേനെ. എനിക്കിങ്ങനെ യാത്രകളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ കണ്ടോ കാം ആൻഡ് ക്വയറ്റായിട്ടുള്ള സ്ഥലത്തൂടെയൊക്കെ. ഇനി ഹെൽമെറ്റിൻ്റെ ഗ്ലാസ് ഒന്ന് തുറക്കട്ടെ, എനിക്ക് ശ്വാസം മുട്ടുന്നു. അയ്യോ, ഇത് കണ്ടോ ഒരു കിടിലൻ, കണ്ടോ ഒരു വെള്ളം. ഇതെന്താണ്, തോടാണോ പുഴയാണോ അരുവിയാണോ? കണ്ടോ നല്ല രസമുണ്ട് കാണാൻ. ആ ലൈറ്റ് പോയി, നമ്മൾ ഇത്തിരി ലൈറ്റായിപ്പോയി, അല്ലായിരുന്നെങ്കിൽ പൊളിയായിരുന്നു. ഇനിയിപ്പോൾ വരുമ്പോൾ കറക്റ്റ് ടൈമിങ്ങിൽ വരാം. ഇപ്പോൾ സമയം 5:15 പണ്ട് ഞാൻ വന്നപ്പോൾ ആ സമയത്ത് എന്താ പറയുക, ലൈറ്റ് അടിച്ചായിരുന്നു. പക്ഷെ ഇന്ന് വന്നപ്പോൾ ഈ സമയത്ത് ലൈറ്റ് അടിച്ചില്ല, അതാണ് പറ്റിയത്. കണ്ടോ തേയിലത്തോട്ടത്തിൻ്റെ നടുക്കൂടി ഇങ്ങനെ നടക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ. നാട്ടുകാരെല്ലാം വെടിച്ചടി തരുമോയെന്ന് അറിയാൻ പാടില്ല, പക്ഷേ ബ്യൂട്ടി. അങ്ങോട്ടൊക്കെ ഇറങ്ങിപ്പോയിട്ട് കാലും കൈ മുഖമൊക്കെ കഴുകാൻ തോന്നുന്നുണ്ട്. ഒറ്റയ്ക്കുള്ളതുകൊണ്ട് പോകുന്നില്ല. കിട്ടും. ഇതിലെയാണ് ഈ ഡ്രോൺ ഷോട്ടുകളൊക്കെ ആൾക്കാർ എടുക്കുന്നത് കേട്ടോ. ഈ റോഡിൻ്റെ മണ്ടേ കൂടെ ഇങ്ങനെ ഭയങ്കര ബ്യൂട്ടിയാണ് ആ ലൈറ്റ്, മോർണിംഗ് ലൈറ്റും ഈവനിങ് ലൈറ്റും. കണ്ടോ ഇവിടെയൊക്കെ ആൾക്കാരൊക്കെ എന്നെ നോക്കുന്നുണ്ട്, ഏതോ ഒരു ഭ്രാന്തനിയിൽ നടപ്പുണ്ടെന്നായിരിക്കും. അപ്പോൾ ഇവിടെ എന്താണ് സംഭവം എന്നറിയാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് നടന്നു വന്നത്. ഒന്ന് നോക്കട്ടെ ആ ലൈറ്റ് അടിക്കുമോ എന്ന്. അവിടെ നിന്ന് ആ ലൈറ്റ് ഇങ്ങനെ വരുന്നുണ്ട്. എൻ്റെ ദൈവമേ, ആ ലൈറ്റൊന്ന് അടുപ്പിക്ക്. കണ്ടോ മേഘം ഒന്ന് മാറി മറിഞ്ഞ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കുക. ആ സൂര്യനെ ഒന്നിങ്ങോട്ട് വിട്. ആ ഒരു ബ്യൂട്ടി എല്ലാവരും ഒന്ന് കാണട്ടെ. അതിൻ്റെ അകത്ത് വെച്ചിട്ട് വണ്ടിയുടെ ഒരു ഫോട്ടോയൊക്കെ എടുക്കാൻ അടിപൊളിയായിരിക്കും കേട്ടോ. വണ്ടി എനിക്ക് കാണാം, ക്യാമറയിൽ കാണുമെന്ന് അറിയത്തില്ല. തേയിലത്തോട്ടത്തിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു താറാവ് ഇരിക്കുന്ന പോലെ. നമ്മളിതിനെ റെഡ് ഡക്ക് എന്നാണ് കേട്ടോ വിളിക്കുന്നത്, ചുമന്ന താറാവ്. എല്ലാവർക്കും ഫാസിനോയിൽ ഇഷ്ടമില്ലാത്തതാണ് അതിൻ്റെ ബാക്ക് സൈഡ് അങ്ങനെ നീണ്ടു നിൽക്കുന്നത്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. മീൻസ് ഒരു താറാവ് പോലെ. എനിക്ക് ഇറങ്ങിയ സമയത്ത് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു, പക്ഷെ ഇപ്പം എനിക്കത് ഭയങ്കര ഇഷ്ടമായി. അതങ്ങനെയാണല്ലോ, നമുക്ക് ആദ്യം ഇഷ്ടപ്പെടാത്ത സാധനങ്ങൾ പിന്നെ നമുക്കത് ഭയങ്കര ഇഷ്ടമാവും. എനിക്കും തോന്നിയായിരുന്നു എന്താണ് ബാക്ക് ഇങ്ങനെ നീട്ടി വെച്ചിരുന്നത്, കുറച്ച് അടിച്ച് വരുത്താൻ മേലായിരുന്നു ഞാൻ ബാക്കെന്ന്. പക്ഷേ ഇപ്പം നോക്കുമ്പോൾ അതിൻ്റെ ഓവറോൾ ആ ലുക്കൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് ഓക്കെയാണ്. കണ്ടോ ഓരോരുത്തരൊക്കെ വന്നിട്ട് പോയിട്ട് കഴിച്ചതിൻ്റെയൊക്കെ കൊണ്ടുവന്നിട്ട് ഇങ്ങനത്തെ ഉള്ള ആൾക്കാരൊക്കെയാണ് നാടിൻ്റെ ശാപം. അപ്പം നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ നിന്നിട്ട് നമ്മുടെ വണ്ടീനെ ഒന്ന് നോക്കാം. കണ്ടോ നമ്മുടെ വണ്ടീൻ്റെ വ്യൂ കണ്ടോ, തേയിലത്തോട്ടമൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് കണ്ടോ, നല്ല രസമുണ്ട് കാണാൻ. ലൈറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഒരു കടും റെഡ് പോലെയൊക്കെ തോന്നുന്നുണ്ട്. ലൈറ്റ് വരുവാണെങ്കിൽ കുറച്ചുകൂടെ എന്താ പറയുക, ആരത് ഇളം റെഡ് ഫീല് വന്നാനെ, ആ ഒരു തിളക്കൊക്കെ കണ്ടാനെ. പക്ഷേ ലൈറ്റ് വരുന്നില്ല. ഇനി ലൈറ്റ് നോക്കിയിരുന്നാൽ ഇവിടെ നിന്ന് രാത്രിയാകത്തുള്ളൂ. എന്താണേലും നമുക്കൊരു ഫോട്ടോ എടുത്തിട്ട് പോവാം. ലൈറ്റ് പോയെങ്കിൽ എന്താ, ക്യാമറയെ നോക്കിക്കേ, എന്താ ബ്യൂട്ടി. സീൻ ഒരു രക്ഷയില്ല കേട്ടോ. ഇതുണ്ടോ അടിപൊളി, ഒന്നും പറയാനില്ല. ചുമ്മാ ഇങ്ങനെ കറക്കി അടിക്കാം. വാവ് കണ്ടോ അടിപൊളി. ഞാനിപ്പോൾ ഒരു ഫോട്ടോ എടുക്കാം, ചുമ്മാ ഒരു ഫോട്ടോ എടുക്കാം. കണ്ടോ എന്താണ് ബ്യൂട്ടി. ഇതാരാ? ഓ ചേട്ടനങ്ങ് പോവായിരുന്നു.
ചേട്ടനും കൂടെ കൂട്ടിയെടുക്കാം, ഒരു നാടൻ വൈബ് കിട്ടട്ടെ. നടന്നു പോകുന്ന ചേട്ടൻ, തേയിലത്തോട്ടം, വണ്ടി, എതിരെ വരുന്ന ജീപ്പ്, നല്ല മേഘം, മഴ മൂടൽ. ഏതൊരു ജീപ്പ് വരുന്നുണ്ടല്ലോ, ഇതും കൂടെ കൂട്ടിയെടുക്കാം. 1 2 3 സ്റ്റാർട്ട്. മതി, ഒരു വെടിക്കുള്ളതായി. ഞാനിതൊന്നും പോസ്റ്റ് ചെയ്യാറൊന്നുമില്ല, ചുമ്മാ ഇങ്ങനെ എടുത്തു കൂട്ടത്തേ ഉള്ളൂ. നമുക്ക് ലൈക്ക് കിട്ടുന്ന 2 3 ഉള്ളൂ, പിന്നെ എവിടെ കൊണ്ടേ പോസ്റ്റ് ചെയ്യാനാണ്. കീടാം, ഓണാക്കാം. അപ്പോൾ ഈ റിവ്യൂ എനിക്കൊന്നൊരു സിനിമ പോലെ ആവുമെന്നാണ് തോന്നുന്നത്. കണ്ടോ, ഈ മിററൊക്കെ ഞാൻ പറഞ്ഞത് അത്യാവശ്യം നല്ല വിസിബിളാണ് കേട്ടോ. 1 ടച്ച് സ്റ്റാർട്ട്. ഇപ്പോൾ ഒന്നും ഇങ്ങനെ പതുക്കെ എടുക്കുമ്പോൾ ഒന്നും അസിസ്റ്റ് ഓൺ ആകത്തില്ല കേട്ടോ. കണ്ടോ, കൈ കൊടുക്കുമ്പോൾ കണ്ടോ, നല്ല രീതിയിൽ കൊടുക്കുമ്പോൾ. ഹെൽമെറ്റ് അടയ്ക്കാം. കണ്ടോ റോഡ്, കണ്ടാ ബ്യൂട്ടി, കണ്ടാ കാണുന്നുണ്ടാ ബ്യൂട്ടി, കണ്ടോ ഇതിലേക്ക് ഇങ്ങനെ പറന്ന് പോകണം. എന്താ സുഖം. വാവ്. ഇപ്പം ലൈറ്റ് ഇല്ലാത്തതുകൊണ്ടാ, ലൈറ്റ് അടിക്കണം. ഇതിപ്പോൾ ഒരു ഡാർക്കായി പോയി. പക്ഷെ മറ്റേ ആ ഗോൾഡൻ ലൈറ്റ് ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. ഞാനത് പിന്നെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊരു സ്വർഗത്തിൽ കൂടെ പോകുന്നു. ഈ മേഘമൊക്കെ തുളച്ചിട്ട് ഇങ്ങനെ ടോർച്ച് അടിക്കുന്ന പോലെ ഇങ്ങനെ വെട്ടം വരും. അത് പറയാൻ പറ്റത്തില്ല അതിൻ്റെ ഒരു ബ്യൂട്ടി. പറയാതിരിക്കാൻ പറ്റത്തില്ല. കണ്ടോ ഈ വണ്ടി വീശാനും പെടുത്താനൊക്കെ കണ്ടോ, ചുമ്മാ സിമ്പിൾ. കണ്ടോ കൈ കൊടുത്താൽ തന്നെ നല്ല റെസ്പോൺസ് ഉണ്ട്. ഓവർടേക്കൊക്കെ ചെയ്യാനാണ് അത്യാവശ്യം നല്ല ഹോണുമാണ്. കണ്ടോ എല്ലാ രീതിയിലും ടെസ്റ്റ് ചെയ്യുവാണ്. ബ്രേക്കിംഗ് കണ്ടോ, ക്വിക്ക് റെസ്പോൺസ് ആണ് കേട്ടോ വണ്ടി. 125 സെഗ്മെൻ്റ് ആണല്ലോ. അപ്പം കണ്ടോ നല്ല റെസ്പോണ്ട് ചെയ്യുന്ന വണ്ടിയാണ്. അപ്പോൾ കൈ കൊടുത്താൽ തന്നെ ഇനീഷ്യൽ ടോർക്ക് 10.3 ഉണ്ട്. കണ്ടോ പെട്ടെന്ന് കയറും. ചുമ്മാ അല്ല, ഇത് കണ്ടോ. നമുക്ക് വണ്ടി റിവ്യൂ ചെയ്യാൻ അങ്ങനെ ഒരുപാട് നേരമൊന്നും ഒരു ഷോറൂമുകാർ അങ്ങനെ തരാറില്ല. കുറച്ച് നേരം, 1 മണിക്കൂർ. പിന്നെ വളരെ ചുരുക്കം നമ്മുടെ അടുത്ത ക്ലോസ് ആയിട്ടുള്ള കുറച്ച് ഷോറൂമൊക്കെ നമുക്ക് ഒരു ഡേ ഒക്കെ തരും. നമുക്കിതുപോലെയൊക്കെ വണ്ടി ആയാലും തന്ന് വിടുമായിരുന്നെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഓടിച്ചൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് റിവ്യൂ ചെയ്യാമായിരുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും വണ്ടികളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഞാൻ ഇതുപോലെ റിവ്യൂ ചെയ്യാം. അല്ലാണ്ട് ഈ പുതിയ വണ്ടിയൊക്കെ ഷോറൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് കുറച്ച് നേരം കിട്ടും. അപ്പോൾ അതിൻ്റെ അകത്ത് എനിക്ക് കംപ്ലീറ്റ് ആയിട്ടൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് പറയാനൊന്നും പറ്റാറില്ല. പിന്നെ അവസാനം ഓട്ടോമോട്ടീവ് വ്ളോഗർ നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ് അതാണോ ബെറ്റർ ഇതാണോ ബെറ്റർ എന്ന് ചോദിച്ചാൽ കൺഫ്യൂഷനാണ്. ശരിക്കും നമുക്ക് നല്ലൊരു ഉത്തരം തരാൻ പറ്റത്തില്ല. അതിൻ്റെ കാരണം വേറൊന്നുമല്ല, എനിക്കിപ്പോൾ ഇത് ഓടിക്കുമ്പോൾ ഇത് നന്നായിട്ട് തോന്നും, വേറെ ഓടിക്കുമ്പോൾ വേറെ നന്നായിട്ട് തോന്നും. അപ്പോൾ നമുക്കും ശരിക്കും പറഞ്ഞാൽ ഒരിടത്ത് ഉറച്ചിരിക്കാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയുണ്ട്. അത് സത്യസന്ധമായിട്ട് ഞാൻ പറയാം. ഓരോ വണ്ടി ഇറങ്ങുമ്പോഴും എനിക്ക് തോന്നും അത് വാങ്ങിച്ചാലോ ഇത് വാങ്ങിച്ചാലോ. എൻ്റെ പൈസ ഒന്നുമില്ല, പക്ഷെ നമുക്കൊരാഗ്രഹം ഇത് കൊള്ളാമല്ല സാധനം, ഓടിക്കാൻ നല്ല സുഖമുണ്ടല്ലോ എന്നൊക്കെ തോന്നും. എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിലുണ്ട് വെച്ചിട്ടുണ്ട് FC ഹൈബ്രിഡ് ആണോ ബ്രോ, അപ്പാച്ചെ RTR ആണോ. അപ്പോൾ എനിക്ക് അപ്പാച്ചയിൽ ഇഷ്ടപ്പെട്ട കുറേ ഘടകങ്ങളുണ്ട്, അതുപോലെ FCയിൽ ഇഷ്ടപ്പെട്ട കുറേ ഘടകങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ ഏതാ ബെറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഒരു 100 അഭിപ്രായം ചോദിക്കാനൊന്നും പോകാൻ നിൽക്കണ്ട. നിങ്ങൾക്ക് ഏതെങ്കിലും ഓടിച്ചൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും, ഇപ്പം ഞാനുണ്ട്, ഞാൻ റിവ്യൂ ഒക്കെ ചെയ്യുന്ന ആളാണ്. ഞാനും 100 ഞാൻ അത്ര വലിയ റിവ്യൂ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് പറയുന്നതുകൊണ്ട് പറയാം, അത്ര വലിയ റിവ്യൂറൊന്നുമല്ല. ഞാനും ഈ പലരോടൊക്കെ ചോദിക്കും. പക്ഷെ എന്നാൽ പോലും എനിക്ക് മനസ്സിലൊരെണ്ണമുണ്ട് മൈലേജുള്ള വണ്ടി, ഓടിക്കാൻ സുഖമുള്ള വണ്ടി. അപ്പോൾ ഞാനത് കണ്ടുവച്ചേക്കുന്ന ഏതാണോ അത് തന്നെ ഞാൻ എടുക്കത്തുള്ളൂ. അപ്പോൾ അധികം ഒപ്പീനിയൻ ഒന്നും നോക്കണ്ട, നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന എന്താണോ അത് ചെയ്യുക. അതായിരിക്കും എപ്പോഴും ലൈഫിൽ നല്ലത്. അപ്പോൾ നമ്മുടെ റിവ്യൂ ഇവിടെ നിർത്താണ്. ഒരുപാട് സ്നേഹം, ഒരുപാട് സന്തോഷം. ഇപ്പോൾ തന്നെ സപ്പോർട്ട് സ്നേഹമൊക്കെ വീണ്ടും തരിക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരയ്ക്കും ടാറ്റ, ബൈ ബൈ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങളൊക്കെ റോബോട്ടാണോ എന്ന് എനിക്ക് ചെറിയ സംശയമുണ്ട്. കാരണം പകുതി വീഡിയോ ആരും കാണുന്നൊന്നുമില്ല. ജസ്റ്റ് 1 സെക്കൻഡെങ്കിലും ഒന്ന് പ്ലേ ചെയ്ത് വിടറേ, കുറച്ച് വ്യൂസെങ്കിലും കിട്ടട്ടെ. ഈ 10-46,000 പേരോളം നമ്മുടെ ഫ്രണ്ട്സായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് തന്നെ കാര്യം. നമ്മുടെ വീഡിയോക്കൊക്കെ 100-200 വ്യൂസൊക്കെ ഉള്ളൂ. ഞാൻ ഏതെങ്കിലും ഷോറൂമിലൊക്കെ വണ്ടി ഓടിക്കാനൊക്കെ ചെല്ലുമ്പോൾ നാണക്കേടാ, സത്യമായിട്ട് പറഞ്ഞാൽ അത്ര നാണക്കേടാ. ജസ്റ്റ് ഒരു 2 സെക്കൻഡെങ്കിലും ഒന്ന് പ്ലേ ചെയ്ത് ഒരു വ്യൂ എങ്കിലും തന്നിട്ട് പോടേ, അങ്ങനെയെങ്കിലും ഒരു ഉപകാരം ചെയ്യും. അപ്പോൾ ഞാൻ പറക്കട്ടെ കേട്ടോ, ഇതൊരു 80-85 വരെയൊക്കെ കയറും നമ്മുടെ സ്ട്രെയിറ്റ് റോഡിൽ. ഇതിപ്പോൾ ഒരു കയറ്റമാണ് കണ്ടോ. ഇപ്പം തന്നെ 58-60 കണ്ടോ, പറക്കും സാധനം. ലൈറ്റ് വെയിറ്റ് ആണ്, പവർഫുള്ളാണ്, മൈലേജ് തരുന്ന വണ്ടിയാണ്, യാത്ര സുഖമാണ്. അപ്പോൾ വീണ്ടും ഒരു യാത്ര പറച്ചിലില്ല, അങ്ങ് ഓടിച്ചങ്ങ് പോവാം.